ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളുടെ ടാക്സ് കേരള നടത്തുന്ന കണ്ടിന്യൂസ് ടാക്സ് സെമിനാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക സെഷനാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. നമ്മളുടെ സെഷൻ നമ്മളിത് കൈകാര്യം ചെയ്യുന്നത് വേറെ മറ്റുള്ള ടാക്സ് പ്രാക്ടീഷൻ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വളരെ എക്സ്പീരിയൻസിലോടുകൂടി ഏതാണ്ട് 1990 കാലഘട്ടം മുതൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ തങ്കച്ചൻ സാറിനെയാണ് നമുക്കിന്നിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളുടെ GST ആയിട്ട് സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് എന്ന് പറയുന്ന വിവരങ്ങളാണ് ഇവിടെ നമ്മളിന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ടാക്സ് കേരള ഇതുപോലത്തെ സെമിനാറുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇതുപോലെ നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യുക, നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രീതിയിലുള്ള മീറ്റിങ്ങുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ ഒത്തിരി ആൾക്കാർ തന്നെ ഇതോടൊപ്പം തന്നെ സഹകരിച്ചു പോകുന്നുണ്ട്. അതിനെല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ തന്നെ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് എല്ലാവർക്കിലേക്കുള്ളത്, നമ്മളുടെ ഈ പ്രോഗ്രാം ലൈവായിട്ടും റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടും യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴി പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോട്ടോകോളുകൾ എല്ലാവരും തന്നെ പാലിക്കണം എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മൾ നേരിട്ട് മീറ്റിംഗിലേക്ക് പോവുകയാണ്. മീറ്റിംഗ് സെമിനാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഡിസ്കസ് ചെയ്യുന്നതിനും ഞാൻ നമ്മളുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള തങ്കച്ചൻ സാറിനെ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. തങ്കച്ചൻ സാർ, പ്ലീസ്. താങ്ക് യു ബിൻ. നമുക്ക് വിത്ത് യുവർ പെർമിഷൻ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഓഡിയോ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണ്, കുഴപ്പമില്ല. ടാക്സ് കേരള മാഗസിന്റെ ചീഫ് എഡിറ്ററും ഇന്നത്തെ ഈ വെബിനാറിന്റെ സംഘാടകനും എൻ്റെ പ്രിയ സുഹൃത്തുമായ വിപിൻ, നിയമത്തിലെ എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഒരു റെഡി റെക്കണർ എന്നൊക്കെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഗുരുതിൽ ഞാൻ കാണുന്ന ബഹുമാന്യായ അഡ്വക്കേറ്റ് ഹരിഹരൻ സാർ, കാലാകാലങ്ങളിൽ വരുന്ന ഈ നിയമ സംവിധാനത്തിലെ മാറ്റങ്ങളെ കൂടി ഈ ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്ത് അക്ഷരാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് അംഗങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സീനിയർ പ്രൊഫഷണൽ ടാക്സ് പ്രൊഫഷണൽ ടാക്സ് പ്രൊഫഷന്റെ കാരണവർ സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പരിണിത പ്രജ്ഞനായ ശ്രീ അനിരുദ്ധൻ സാർ, അതുപോലെ നടക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, ടാക്സ് പ്രൊഫഷണൽസ്, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ആദ്യമായി GST ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കാനും അവസരം തന്ന ടാക്സ് കേരളയ്ക്കും എൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ വിപിൻ കുമാറിനും എൻ്റെ വ്യക്തിപരമായ നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം GST ഓഡിറ്റുമായി ബന്ധപ്പെട്ട്, GST നിയമത്തിന് കീഴിൽ വരുന്ന ഓഡിറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന ചർച്ചാ വിഷയമായ ഓഡിറ്റിനെ കുറിച്ച് തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന നികുതി സംവിധാനത്തിന്റെ ഒരു സ്ഥിതി വിവരം കണ്ടെത്തുന്നത് ഈ അവസരത്തിൽ ഒരു താരതമ്യ പഠനം നടത്തുവാൻ ഉപകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവരും പ്രൊഫഷണലായി ജോലി നോക്കുന്നവരിൽ ഭൂരിഭാഗവും, അതല്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും 1963 കേരളത്തിൽ നിലവിൽ വന്നത് വിൽപ്പന നികുതി നിയമത്തിന് കീഴിൽ തൊഴിൽ മേഖലയിലും ഉദ്യോഗത്തിലും വന്നവരായിരിക്കാനാണ്. അതുകൊണ്ട് 1963 പിന്നോട്ടുള്ള നികുതി സംവിധാനത്തെ പറ്റിയുള്ള തിരഞ്ഞു നോട്ടത്തിനോ ഇവിടെ പ്രസക്തി ഉണ്ടെന്ന് ഈ അവസരത്തിൽ തോന്നുന്നില്ല. പൊതുവിൽപ്പന നികുതി നിയമം സുദീർഘമായ ഒരു കാലയളവായ 42 വർഷം കേരളത്തിൽ പ്രാബല്യത്തിലിരുന്നു. അതിനുശേഷം 2000 വർദ്ധിത നികുതി നിയമത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ
വളരെ ചുരുങ്ങിയ ഉൽപ്പന്നങ്ങളെ KGST എന്ന നികുതി സംവിധാനം മൂല്യവർദ്ധിത നികുതി സംവിധാനത്തിലേക്ക് ഭാഗികമായിട്ടാണ് മാറ്റപ്പെട്ടത്. 2005 ഏപ്രിൽ മാസം 1 മുതൽ നടപ്പിലാക്കിയ 12 വർഷവും 3 മാസവും മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിന്നത്. 2017 ജൂലൈ മാസം 1 മുതൽ വൺ നേഷൻ വൺ ടാക്സ് എന്ന സങ്കല്പത്തിന് കീഴിൽ നിലവിലുള്ള പരോക്ഷ നികുതികളിൽ പുതിയ സംവിധാനം നിലവിൽ വന്ന് 4 വർഷം പൂർത്തിയാക്കി 5-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സാഹചര്യത്തില് ഒരുപക്ഷെ ടാക്സ് പ്രൊഫഷണലായവർക്ക് ഏറെ തലവേദന സൃഷ്ടിച്ചിട്ടുള്ള GST ഓഡിറ്റ് എന്ന വിഷയത്തിന്റെ പ്രാധാന്യം പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ക്ലാസ് എന്നതിനേക്കാൾ ഉപരി GST ഓഡിറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള തങ്കച്ചൻജി എന്തോ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. തങ്കച്ചൻജി ഒന്ന് നോക്കിയേ സൗണ്ട് സിസ്റ്റം ഇല്ലേ വിപിൻജി? അതെ അതെ, വോയിസ് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ഒന്ന് നോക്കിയാ നമ്മള് റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓഡിയോയുടെ പ്രോബ്ലം അല്ല, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഞാൻ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ഞാനൊന്ന് വൈഫൈ ആണോ ഉപയോഗിക്കുന്നത്? വൈഫൈ ആണ്. അപ്പൊ പിന്നെ വിഷയമില്ല. അപ്പൊ ഹെഡ്സെറ്റ് ആയിരിക്കും. അപ്പൊ അതിനുണ്ട്. ഇപ്പൊ ഹെഡ്സെറ്റ് ഇല്ലാണ്ടൊന്ന് സംസാരിച്ചു. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. ഒരു ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രൊഫഷണൽസിനിടയിൽ ഷെയർ ചെയ്യുക, അതിൽ നിന്ന് ഉണ്ടാകുന്ന സംശയങ്ങളെയും ചോദ്യോത്തരങ്ങളെ എല്ലാം നമ്മുടെ പ്രൊഫഷണലിലെ ഏറ്റവും ഭംഗിയായ കാര്യങ്ങൾ ബന്ധപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചർച്ചാ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ ചർച്ചാ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യോത്തര വേളകളുടെ ഓഡിറ്റ് എന്ന പരിധിയിൽ നിലനിർത്തി ക്വസ്റ്റ്യൻ ആൻസർ സെഷനിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ച് അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആരോഗ്യകരമായ പരിസമാപ്തിക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു GST ആക്ടിന് കീഴിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 അനുസരിച്ചിട്ട് ഓഡിറ്റിനെ കുറിച്ചൊരു ചെറിയ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതിതാണ്: ഓഡിറ്റ് മീൻസ് ദ എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ്, റിട്ടേൺസ് ആൻഡ് അതർ document or furnished by the registered person under this act or the rules made thereunder or under any other law for the time being in force to declared, taxes paid, a refund claimed, an input tax credit availed, and to assess his compliance with the provisions of this or the rules made thereunder. അതാണ് GST നിയമത്തിന് കീഴിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 30 ഓഡിറ്റിനെ കുറിച്ച് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ. സെക്ഷൻ 2 കുറിച്ച് കൂടി ചെറുതായിട്ടൊന്ന് പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ GST ആക്ടിന് കീഴിൽ ഏറ്റവും കൂടുതൽ സബ്സെക്ഷൻസ് അപ്പൊ അതോടൊപ്പം ഒരു പുതിയതായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവര് GST ആക്ടിന് കീഴിൽ സെക്ഷൻ 2 വളരെ അധികം വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും കരട് രൂപവും അതല്ലെങ്കിൽ
എന്താണ് അതിന്റെ ഡെഫിനിഷൻസ്, എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള മിക്കവാറും കാര്യങ്ങൾ സെക്ഷൻ 2 വിവാദിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചും ിലേക്ക് കടന്നു വരുന്ന പുതിയ സുഹൃത്തുക്കളോട് എനിക്കൊരു അഭ്യർത്ഥന, ഈ സെക്ഷൻ 2 വളരെ കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണമെന്നാണ്. ഒരു ഓഡിറ്റ് കഴിഞ്ഞാൽ അതിനകത്ത് പരിശോധിക്കപ്പെടേണ്ട കണക്കുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ഒരു ചെറിയ വിവരണം. പ്രധാനമായും ഓഫ് ഡിക്ലെയർഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട ടാക്സസ് പെയ്ഡ്, ക്ലെയിം ചെയ്തിട്ടുള്ള റീഫണ്ടുകൾ, റിവേഴ്സ് ടാക്സിന്റെ എഫക്ട്, അതുപോലെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ടാക്സ്, ക്രെഡിറ്റിഫിക്കേഷൻ, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് നോട്ട്സ് ഇഷ്യൂഡ്. അങ്ങനെ ഒരു വർഷത്തെ ബിസിനസിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഓഡിറ്റിന്റെ പരിധിയിൽ വരാവുന്നതാണ്. GST നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് KGST നിയമത്തിന് കീഴിലും അല്ലെങ്കിൽ വാറ്റ് നിയമത്തിന് കീഴിലൊക്കെ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വാറ്റിൽ കുടിശ്ശികളായിട്ടുള്ള വർക്കുകൾ തീർക്കുന്നതിനോടനുബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടുകൾ പലരും പഴയ വർഷങ്ങളിലെ സബ്മിറ്റ് ഉണ്ടെന്നാണ് അറിയുന്നത്. ഭാഗികമായിട്ടാണെങ്കിലും KGST നിലവിൽ നിൽക്കുന്നതുകൊണ്ട് അതിലും ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. KGSTയിലെ ഫോം 50, അത് 13 നയമാണ്. അത് ആക്ടിൽ അല്ലെങ്കിൽ റോൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഫോം ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടാണ്. പക്ഷെ എന്നാൽ GST നിയമത്തിലേക്ക് മാറിയപ്പോ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിന് പകരം ഓഡിറ്റഡ് ഫിനാൻഷ്യലിനൊപ്പം ഫോം നമ്പർ 9 സീൽ റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കാനാണ് നിയമം അനുശാസിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അതൊന്ന് അറിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സംഗതിയാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. റെക്കൺസിലേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തെ മുഴുവൻ വരവ് ചെലവ് കണക്കുകളും ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉൾപ്പെടും. പക്ഷെ ഒരു സാമ്പത്തിക വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ സാമ്പത്തിക വർഷത്തിൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ തൊട്ട സാമ്പത്തിക വർഷത്തിൽ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ടോ ആ കാലയളവിൽ ചേർക്കാനായിട്ട് സെക്ഷൻ 39 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പൊ വിട്ടുപോയിട്ടുള്ള മുൻ സാമ്പത്തിക വർഷത്തെ ട്രാൻസാക്ഷൻ വിട്ടുപോവുകയും അടുത്ത വർഷത്തിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഫിഗറും റിട്ടേണിലെ ഫിഗറും തമ്മിൽ വ്യത്യാസം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. ഹലോ, എന്തോ ഓഡിയോ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. റേഞ്ച് ഒരു കാര്യം ചെയ്താൽ ചേട്ടാ, ഒന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ സംസാരിച്ചു. അപ്പൊ കുറച്ച് വലിയ വിഷയം ഉണ്ടായിരുന്നു വിചാരിക്കും. വീഡിയോ ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങളെ അതിന്റെ ഫിഗേഴ്സ് എല്ലാം വെളിപ്പെടുത്തി ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി ഓഡിറ്റഡ് ഫിനാൻഷ്യൽസിനോട് ടാലി ചെയ്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് റെക്കൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽസിനോടൊപ്പം സമർപ്പിക്കാൻ നിയമം അനുശാസിക്കുന്നതും അത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ആണ്. GST നിയമത്തിന് കീഴിൽ 3 തരത്തിലുള്ള ഓഡിറ്റ് ആണ് നിയമം അനുശാസിക്കുന്നത്. അതായത് ഒന്ന്, ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 35 സബ്സെക്ഷൻ 5 കീഴിൽ വരുന്നത്. രണ്ടാമത് വരുന്ന
ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ്, അത് അണ്ടർ സെക്ഷൻ 65-ലാണ്. അടുത്തത് വരുന്നത് സ്പെഷ്യൽ ഓഡിറ്റ് 66-ന്റെ കീഴിൽ വരുന്നത്. നമുക്ക് ആദ്യമേ മുതൽ അതൊന്ന് പരിശോധിക്കാം. സെക്ഷൻ 35 സെക്ഷൻ 5 ശരിക്കും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതൊരു വ്യാപാരിയുടെ വിറ്റുവരവിനെ ബന്ധപ്പെടുത്തി നിശ്ചിതയ്ക്കുള്ളിൽ തയ്യാറാക്കി സമയബന്ധിതമായി ഫയൽ ചെയ്യപ്പെടേണ്ട ഓഡിറ്റ് റിപ്പോർട്ടാണ് സെക്ഷൻ 35 സബ്സെക്ഷൻ 5-ന് കീഴിൽ വരുന്നത്. GST നിയമം 2017 ജൂലൈ 1-ന് നിലവിൽ വന്നപ്പോൾ 2017-18 സാമ്പത്തിക വർഷത്തേക്ക് 9 മാസമാണ് നമ്മൾ GST നിയമത്തിന് കീഴിൽ വന്നിരുന്നത്. കൃത്യമായി ടേൺ ഓവർ പരിധി നിശ്ചയിച്ചിരുന്നത് 2017-18 സാമ്പത്തിക വർഷത്തേക്ക് സ്റ്റാറ്റ്യൂട്ട് കോർട്ട് പ്രിപ്പയർ ചെയ്ത് സമർപ്പിക്കേണ്ട ടേൺ ഓവർ പരിധി 2 കോടി രൂപയായിട്ടാണ് നിശ്ചയിച്ചിരുന്നത്. എനാക്ട്മെന്റ് പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ 2 കോടിയായിട്ടാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷെ 23/3/2020 മിനിസ്റ്റർ ഓഫ് ഫൈനാൻസിന്റെ 16/2020 പ്രകാരം 2 കോടി എന്നുള്ള ടേൺ ഓവർ പരിധി 5 കോടിയിലേക്ക് ഉയർത്തുകയും ആ 5 കോടി എന്നുള്ള പരിധി ഇപ്പോഴും ഇരിക്കുകയുമാണ്. അപ്പൊ 5 കോടിക്ക് കീഴിൽ വരുന്ന 5 കോടിക്ക് മുകളിൽ വരുന്നവരാണ് 18, 19, 20 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വിധേയമായിട്ടുള്ളത്. സെക്ഷൻ 35 സബ്സെക്ഷൻ 5-ന് കീഴിൽ വരുന്ന ഓഡിറ്റിന്റെ പരിധിയിൽ വരാത്ത ചില സംഗതികൾ, അത് കംപ്ട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അവരുടെ ഓഡിറ്റിന് വിധേയമായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ, കാരണം CAG ഓഡിറ്റിന് വിധേയമായിട്ടുള്ളവർക്ക് CGST ആക്ട് പ്രകാരം സെക്ഷൻ 35 കീഴിൽ വരുന്ന ഓഡിറ്റ് ബാധകമല്ല എന്നാണ് ആക്ടിൽ അനുശാസിച്ചിട്ടുള്ളത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ സംബന്ധിച്ച് നോർമൽ കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓഡിറ്റ് ചെയ്യേണ്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സ് നമ്മൾ പ്രിപ്പയർ ആക്കി അക്കൗണ്ട്സ് റെഡിയാക്കി അത് കൊടുത്ത് നമ്മളുടെ കൂടി സാന്നിധ്യത്തിൽ ഇരുന്നത് വിശദമായി പരിശോധിച്ച് അങ്ങനെയാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അടുത്ത ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ്, അത് സെക്ഷൻ 65-ന് കീഴിൽ വരുന്നതാണ്. സെക്ഷൻ 65-ന്റെ കീഴിൽ വരുന്ന ഓഡിറ്റ് സാഹചര്യം എപ്പോഴാണെന്ന് നോക്കിയാൽ GST കമ്മീഷണറോ അതല്ലെങ്കിൽ കമ്മീഷണർ ഒരു പൊതു സ്വഭാവത്തിൽ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം ഒരു ഉത്തരവിന് വിധേയമായിട്ടാണ് ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ് എന്നുള്ള സാഹചര്യം നിലവിൽ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നേതൃത്വത്തിൽ ഓഡിറ്റിനായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഓഫീസ് ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുവാൻ അത്തരം അധികാരികൾ അവർക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് നിയമത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. സാധാരണ കാറ്റഗറിയിൽ പെടുത്തി ഒരു വ്യാപാര സ്ഥാപനം തിരഞ്ഞെടുക്കപ്പെട്ടാൽ അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിവരം ആ സ്ഥാപനത്തെ ഓഡിറ്റ് ആരംഭിക്കുന്ന 15 ദിവസം മുൻപെങ്കിലും പ്രത്യേകം നോട്ടീസ് മുഖേന അറിയിച്ചിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന നോട്ടീസ്, അതായത് ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസിന്റെ ഇന്റിമേഷൻ കൊടുക്കുന്ന നോട്ടീസിനാണ് ഫോം GST ADT 01, അത് റൂൾ 101 സബ് റൂൾ 2 പ്രകാരമാണ് നൽകുന്നത്. അത്തരം നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാലയളവ്, ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിവരം, ഓഡിറ്റിന്റെ സമയത്ത് സ്ഥാപന ഉടമയോ അതല്ലെങ്കിൽ ആ സ്ഥാപന ഉടമ അധികാരപ്പെടുത്തിയ ആളുടെ സാന്നിധ്യമോ വേണ്ടി വന്നാൽ അത്, അപ്പൊ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്
ഫോം ADT 01 എന്ന നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്രകാരം ഓഡിറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ആ ഓഡിറ്റ് പൂർത്തിയായിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഓഡിറ്റ് കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നാൽ അതിന് തക്കതായ കാര്യകാരണങ്ങൾ വിശദമാക്കി രേഖാമൂലം ആ സ്ഥാപന വ്യക്തിക്ക് അറിയിപ്പ് കൊടുത്ത് ഓഡിറ്റിന്റെ കാലാവധി തുടർന്ന് 6 മാസത്തേക്ക് കൂടി നീട്ടിക്കുവാൻ നിയമവ്യവസ്ഥ ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ കമൻസ്മെന്റ് ഓഫ് ഓഡിറ്റ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഓഡിറ്റ് എന്ന് ആരംഭിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ഓഡിറ്റിന്റെ കാലാവധി. അപ്പൊ ഈ കമൻസ്മെന്റ് ഓഫ് ഓഡിറ്റ് തീരുമാനിക്കുന്നത് ഓഡിറ്റിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനം ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട കണക്കുകളും മറ്റു രേഖകളും അധികാരിയുടെ മുമ്പിൽ ഹാജരാക്കി എന്ന് ഓഡിറ്റ് തുടങ്ങുന്നോ അതാണ് കമൻസ്മെന്റ് ഓഫ് ഓഡിറ്റ് ആയി പരിഗണിക്കുക. അവിടെ മുതലായിരിക്കും ഒരുപക്ഷെ ആ ഓഡിറ്റിന്റെ പരിധി അല്ലെങ്കിൽ സമയപരിധി കാലാവധി തീരുമാനിക്കുന്നത്. അപ്രകാരം ഓഡിറ്റ് ചെയ്ത് ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഡീലറുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ GST നിയമപ്രകാരം കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു വ്യക്തിയുടെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ അപ്രകാരം കണ്ടെത്തപ്പെടുന്ന എല്ലാ ന്യൂനതകളെയും വളരെ വിശദമാക്കി ഒരു ഡീലർക്ക് അറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് അനുസരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അവിടെയുമുണ്ട് പ്രത്യേകത. അത്തരത്തിൽ ഒരു ഡീലർക്ക് അറിയിപ്പ് കൊടുക്കുന്നതിന് ADT 02 എന്ന നോട്ടീസിന്റെ അല്ലെങ്കിൽ ഇന്റിമേഷന്റെ ഫോം വളരെ പ്രത്യേകം നിയമത്തിൽ അനുശാസിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം GST ഫോം ADT 02 എന്നതിലായിരിക്കും. അപ്പൊ GST ഒരു ഓഡിറ്റ് പൂർത്തീകരിച്ച ഒരു ഓഡിറ്റ് ഓഫീസർ അവരുടെ കണ്ടെത്തൽ, അതിൽ ന്യൂനതകൾ എന്ത്, ഇതെല്ലാം വിശദീകരിക്കുന്നതായിരിക്കും GST ADT 02. ഈ ADT 02 കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് മറുപടി കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. ADT 02 പ്രകാരം ഒരു ഡീക്കുമ്പോൾ അവരുടെ ഫൈൻഡിങ്സ് ഒരുപക്ഷെ മൊത്തത്തിൽ കാണുന്ന വിവരങ്ങൾക്ക് വിരുദ്ധമായിട്ടോ അങ്ങനെ ഏതെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ യഥാർത്ഥത്തിലുള്ള വിവരങ്ങൾ കൃത്യമായി ബോധിപ്പിച്ച് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള അധികാരിക്ക് തന്നെ അതിന് നമുക്ക് മറുപടി കൊടുക്കാൻ അവസരമുണ്ട്. അത്തരം മറുപടിയെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഓഡിറ്റിന് വിധേയമായിട്ട് അഡീഷണൽ ആയിട്ടുള്ളൊരു ടാക്സ് ലയബിലിറ്റി വന്ന അങ്ങനെ ഉണ്ടാകുന്ന ടാക്സ് ലയബിലിറ്റി സെക്ഷൻ 3-ഉം 4-ഉം അനുശാസിക്കുന്ന രീതിയിൽ അടച്ചു തീർക്കേണ്ടതാണ്. സാധാരണയായി ഒരു ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്താൽ 30 ദിവസത്തിനുള്ള ഇൻട്രസ്റ്റും ഉൾപ്പെടെ അടച്ചാൽ GST നിയമപ്രകാരമുള്ള പെനാൽറ്റിയിൽ നിന്നും ഒഴിവാകുന്നതാണ് എന്നാണ് നിയമം പറയുന്നത്. 30 ദിവസത്തിന് ശേഷമാണ് അധിക ബാധ്യത വരുന്ന നികുതി അടയ്ക്കുന്നതെങ്കിൽ ആ നികുതിക്ക് പലിശ ചേർത്ത് അടയ്ക്കണം. സെക്ഷൻ 50 പ്രകാരം മാനിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അപ്രകാരം ഷോ കോസ് നോട്ടീസിന് ശേഷം പൈസ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന പെനാൽറ്റി കൂടി അടയ്ക്കാൻ ഒരു ബാധ്യസ്ഥനാണ്. ഇവിടെ നമുക്കൊരു അഡ്ജുഡിക്കേഷൻ പ്രോസസ് ഉണ്ട്. കാരണം ഒരു ഓർഡറോ നോട്ടീസോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചലഞ്ച് ചെയ്യാം. അടുത്തത് വന്നത് സ്പെഷ്യൽ ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 66-ന് കീഴിൽ വരുന്നതാണ്. എന്താണ് ഈ സ്പെഷ്യൽ ഓഡിറ്റിന്റെ സാഹചര്യം? നിയമപ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിലോ സൂക്ഷ്മ പരിശോധനയിലോ നിരീക്ഷണത്തിലോ
ഏതെങ്കിലും ഒരു വ്യാപാരി യഥാർത്ഥത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്താതെ മറച്ചുവെച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അത്തരം കാര്യങ്ങളുടെ വിശദമായ GST കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റിനെ ഉപയോഗപ്പെടുത്തി ഒരു വ്യാപാരിയുടെ കണക്കുകളായി നിയമത്തിൽ അനുശാസിക്കുന്നത്. അവിടെയും ഈ സ്പെഷ്യൽ ഓഡിറ്റിനായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് നടത്തുന്ന ഓഡിറ്റ് അതിന്റെ സാക്ഷ്യപ്പെടുത്തിയ റിപ്പോർട്ട് 90 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിക്കണമെന്നാണ് നിയമത്തിൽ അനുശാസിക്കുന്നത്. റിലാക്സേഷൻ പീരീഡ് അവിടെ ഉണ്ട്. മതിയായ കാരണങ്ങൾ രേഖപ്പെടുത്തി വീണ്ടും ഒരു 90 ദിവസം കൂടി സ്പെഷ്യൽ ഓഡിറ്റിന് ഉപയോഗിക്കാമെന്നാണ് നിയമം. ഈ സ്പെഷ്യൽ ഓഡിറ്റിന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യാപാരിയെ സംബന്ധിച്ച് അവർക്ക് അറിവ് കൊടുക്കുന്നത് അതിലും പ്രത്യേക നോട്ടീസിന് ഫോം പറയുന്നുണ്ട്. ഓഡിറ്റിന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഏതെല്ലാം വിധത്തിലുള്ള രേഖകൾ ഓഡിറ്റിന് വിധേയമാക്കണം എന്നറിയിച്ചുകൊണ്ട് ഒരു ഡീലർക്ക് കൊടുക്കുന്ന നോട്ടീസ് GST ഫോം അത്തരം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഓഡിറ്റിന് വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോട്ടീസ് പ്രകാരം ആവശ്യപ്പെടുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തയ്യാറാക്കി ഓഡിറ്റിന് വിധേയമാക്കണം. ഓഡിറ്റിന് വിധേയമാക്കുമ്പോൾ ആ ഓഡിറ്റ് സമയബന്ധിതമായി തീർക്കാനുള്ള ബാധ്യത ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റാണെന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട്. ഇത്തരം ഓഡിറ്റ് സ്പെഷ്യൽ ഓഡിറ്റിന് നിയോഗിക്കപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റിന് അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ ബഹുമാനപ്പെട്ട GST കമ്മീഷണർ തന്നെ കൊടുക്കും. അതിൽ നമ്മൾക്ക് ബാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെയും മതിയായ കാരണങ്ങൾ രേഖപ്പെടുത്തേണ്ട ഒരു 90 ദിവസം കൂടി ഓഡിറ്റിന്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. സെക്ഷൻ 65 ഓഡിറ്റിൽ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ ഷോർട്ട് ലേവി പോലുള്ള കാര്യങ്ങളോ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആദിക്കുന്നത് ADT 04 എന്ന നോട്ടീസ് പ്രകാരമാണ്. ADT 04 എന്ന നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ മറുപടി കൊടുക്കാൻ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഡീലർക്ക് അവകാശമുണ്ട്. അവിടെയും മറുപടി കൊടുത്ത് ഒരു ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് ആ ഷോക്കോസ് നോട്ടീസ് കൂടുതലായിട്ട് തുക അടയ്ക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നാൽ അതും സെക്ഷൻ 73 ആൻഡ് 74 വിധേയമായിട്ട് അടയ്ക്കാനും നിയമം 73 ആൻഡ് 74 അടയ്ക്കുന്നത് ഷോക്കോസ് നോട്ടീസ് കിട്ടി 30 ദിവസത്തിനുള്ള അടയ്ക്കുവാണെങ്കിൽ അവിടെയും പെനാൽറ്റി നടപടികളിൽ ഒഴിവാക്കി അപ്പൊ ഈ 3 ഓഡിറ്റാണ് GST നിയമത്തില് പ്രധാനമായിട്ട് പറയുന്നത്. ഇനി സെക്ഷൻ 65 ആൻഡ് 66 പ്രകാരം ഓഡിറ്റിന് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വ്യാപാരി ഒരു സ്ഥാപനം ആര് തന്നെ ആയിരുന്നാലും ആ ഓഡിറ്റുമായിട്ട് സഹകരിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ ഓഡിറ്റിന് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുകയോ അങ്ങനെയുള്ള ഒരു സാഹചര്യം സംജാതമായി കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ വ്യക്തി അല്ലെങ്കിൽ ഈ സ്ഥാപനം യാതൊരു വിധത്തിലുള്ള അക്കൗണ്ട്സും റെഡിയാക്കി സൂക്ഷിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്യാതെ തന്നെ നിയമം അനുശാസിക്കുന്ന നടപടികൾ പൂർത്തീകരിച്ച് അതുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ പാസ്സാക്കാനായിട്ട് അതോറിറ്റിക്ക് അവകാശമാണ്.
അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു എക്സ്പാർട്ടി നേച്ചർ ആയിരിക്കും മിക്കവാറും അങ്ങനെ വരിക. അപ്പൊ അതുകൊണ്ട് ഓഡിറ്റിനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടാൽ നമുക്ക് മതിയായ സമയം സാധിക്കുമോ എന്നുള്ളത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഡിപ്പാർട്ട്മെന്റിന് സമയം ദീർഘിപ്പിക്കാൻ അവകാശമുള്ളത് കൊണ്ട് തന്നെ ഒരു നീതിക്ക് അതിന്റെ പരിധിക്കുള്ളിൽ നിന്ന് വേണ്ടി വന്നാൽ സമയം ആവശ്യപ്പെടാൻ നമുക്ക് സാധിക്കും എന്നാണ് ഈ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഓഡിറ്റ് ഒബ്സർവേഷന് എതിരായിട്ട് നമുക്ക് മറുപടി പറയേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. സെക്ഷൻ 65 and 66 ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റും സ്പെഷ്യൽ ഓഡിറ്റും ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് GST നിയമത്തിലെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. അതിന് മുമ്പായി ഇത്രയും സമയം ഈ ചർച്ചാ ക്ലാസ്സിൽ വളരെ ശ്രദ്ധാപൂർവം പങ്കെടുത്ത് ഇതിനോട് സഹകരിച്ച എല്ലാ പാർട്ടിസിപ്പൻസിനോടുള്ള പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഓഡിറ്റ് ഇപ്പൊ GST നിയമം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഒരു സ്ഥിരതയില്ലാത്ത പ്രവർത്തനമാണ്. എത്രയൊക്കെ കാലയളവിൽ പല കാരണങ്ങൾ കൊണ്ട് സമയപരിധികൾ നീണ്ടു പോയിട്ടുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മാറി മാറി വരുന്ന നിയമ വ്യവസ്ഥയിലെ അപ്ലിക്കേഷൻസ് നമുക്ക് ഇത്തരം കൂട്ടായ ചർച്ചകളും വേദികളും ഒരുക്കി അതിൽ കൂട്ടായ ചർച്ചകൾക്ക് വിധേയമാക്കി പോകുമ്പോൾ തൊഴിൽ മേഖലയിലെ നമ്മുടെ എക്സ്പീരിയൻസ് വളരെ അധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ടാക്സ് കേരളയുടെ MD വിപിന് പ്രത്യേകം നന്ദി പറയുന്നു. വളരെ ശ്രദ്ധ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസിന് എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കട്ടെ. എൻ്റെ പേര് ഞാൻ ആദ്യം പറയാൻ വിട്ടു, KK തങ്കച്ചൻ എന്നാണ്. നിങ്ങൾ പ്രൊഫഷണൽ കണ്ടിരിക്കാം. 30 വർഷത്തോളമായി പെരുമ്പാവൂരിൽ ഈ ടാക്സേഷൻ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്നു. പെരുമ്പാവൂർ ടൗണിൽ തന്നെയാണ് ഓഫീസും കാര്യങ്ങളും. തിരക്കേടില്ലാത്ത രീതിയിൽ പ്രയാസമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ആവശ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ 9944730024. ഇവിടെ നമ്മൾ ഗുരുതുല്യരായി കാണുന്ന ഹരിഹരൻ സാറെല്ലാം വളരെ ആകാംക്ഷയോടെ തന്നെ ഇതിനെ കേട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുവരെ എവിടെയെങ്കിലും പാളിച്ചകളോ തെറ്റുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സദയം അത് തിരുത്താനുള്ള ആരോഗ്യകരമായ നിർദ്ദേശങ്ങൾ സാർ ഉൾപ്പെടെ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. ഞാൻ വിപിനെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു തങ്കച്ചേട്ടാ, താങ്ക് യു. എന്തായാലും തങ്കച്ചേട്ടന്റെ പേര് പ്രത്യേകം പറയേണ്ടി വന്നില്ല. ഈ ആൾക്കാരെല്ലാരും തന്നെ പേര് കണ്ടുകൊണ്ടിരിക്കണായിരുന്നു. ഹരീഷ പേര് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. വീഡിയോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓഡിയോ ഇത്തിരി ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതെന്താണെങ്കിലും കുറച്ച് പ്രധാനപ്പെട്ട വേർഡിങ്സ് ഒക്കെ മിസ്സായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സദയം ക്ഷമിക്കുക, അത് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. നമുക്ക് എന്തായാലും ചർച്ചയിലേക്ക് പോകാം. ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് ഈ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഹരിഹരൻ സാറിനോ അനിരുദ്ധൻ സാറിനോ വേണിജി അങ്ങനെയുള്ളവർക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇതിനകത്ത് എന്തെങ്കിലും നമ്മുടെ തങ്കച്ചൻ സാർ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ അതിലും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ കൂടി ചർച്ചയിലേക്ക് സംശയങ്ങൾ ഒന്നുകൂടി ദൂരീകരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓവർ ടു ഹരിഹരൻ സാർ. ഞാൻ വേഗം പോകാൻ നിൽക്കാണ്. പക്ഷെ ബഹുമാനപ്പെട്ട തങ്കച്ചൻ അവറുകളുടെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് അങ്ങ് പോകാൻ തോന്നി. കാരണം ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മുങ്ങണോന്ന് വിചാരിച്ച ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്കിനി ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാം ഇപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ ഉണ്ട്. അപ്പോ അതിനൊന്ന് കുറച്ച് പഠിക്കാൻ, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോ ഏതായാലും അതിഗംഭീരമായി വളരെ ചുളുവില് വളരെ സിമ്പിളായിട്ട് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ച് ചുളൂല് അങ്ങോട്ട് ഊരി. അങ്ങനെ ചുളൂല് നൂരാൻ പറ്റില്ല. ഇനിയും ചോദ്യം ഉത്തരമൊക്കെ വരും. അപ്പൊക്കെ
പിടിച്ച് കുലുക്കിക്കോളാം. അതൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് സാറാണെങ്കിൽ 1 മുഴം മുമ്പേ 10 ക്വസ്റ്റ്യനും ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ അതിന്റെ വേറൊരു വശമാണ് പറയുന്നത്. അദ്ദേഹം എല്ലാ ഭാഗവും കവർ ചെയ്തു. ഒരു ഓഡിറ്റിലെ പോസിറ്റീവ് ആസ്പെക്ട് ഒക്കെ കവർ ചെയ്തു. നെഗറ്റീവ് ആസ്പെക്ട് ചർച്ചയിലാണ് കൊണ്ടുവരേണ്ടത്. അപ്പോ അതിന്റെ ഗൗരവം പറഞ്ഞു. ആ ഡേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 90 ഡേയ്സും നോട്ടീസ് ഡേയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം പറഞ്ഞു, എല്ലാ ഭാഗവും കവർ ചെയ്തു. ഇനി അത് നമ്മൾ സുഖമായിട്ട് വിചാരിക്കണം ഓഡിറ്റ് 65, 60 ഒക്കെ വളരെ സുഖമാണ്, ഓഡിറ്റ് അല്ലേ ഉള്ളൂ, വായിച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ അല്ല അതിന്റെ വിഷയം. അതും അദ്ദേഹം പറഞ്ഞു. 73ലേക്കും 74ലേക്കും അങ്ങ് പോയി അവിടേക്കൊക്കെ എത്തുമെന്നറിയാമോ? ഇപ്പൊ നമ്മുടെ ഒരുപാട് പേര് വളരെ സന്തോഷമായിട്ട് 55,000 രൂപയുടെ കൺസൈൻമെന്റ് തൊട്ടപ്പുറത്ത് ഒരു ടെമ്പോയിൽ പോകാവുന്ന ദൂരത്തിൽ കൊണ്ടുപോയിട്ട് ഇ-വേ ബില്ലൊന്നും എഴുതാതെ ഇൻവേർഡ് സപ്ലൈ അക്കൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓഡിറ്റ് വന്നു കഴിയുമ്പോൾ 129ലേക്ക് തിരിച്ചൊരു പെനാൽറ്റിയുടെയും കൂടി ചാൻസ് ഓഡിറ്റുകാർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാരണം ഒരു വാല്യബിൾ പർച്ചേസ് ആണ്, ഒരു ലീഗലി സസ്റ്റൈൻഡ് പർച്ചേസ് ആണെങ്കിൽ അത് സപ്പോർട്ടഡ് ബൈ പ്രോപ്പർ ഡോക്യുമെന്റ് റൂൾ 138 ഫോളോ ചെയ്യണം. അപ്പോൾ പർച്ചേസ് ബില്ലുണ്ട്, ഇൻവേർഡ് സപ്ലൈ ബില്ലുണ്ട്, ഇൻവോയ്സ് ഉണ്ട്, ബാക്കി ഡോക്യുമെന്റ് ഉണ്ട്. ഇ-വേ ബിൽ ഇല്ല എങ്കിൽ പർച്ചേസിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിഷേധിക്കാൻ വരെ സാധ്യതയുണ്ട്. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിഷേധിച്ചാൽ അപ്പീൽ കിട്ടും, അത് പ്രോബ്ലം ഇല്ല. പക്ഷെ ആ പർച്ചേസിന് ഇ-വേ ബിൽ ഇല്ല എന്നതുകൊണ്ട് അതിന് ആക്ഷൻ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ GST ഓഡിറ്റ് എന്ന് പറയുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് നമുക്ക് സമാധാനമുണ്ട്, റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റും സമാധാനമുണ്ട്. പക്ഷേ ഇപ്പുറത്ത് അതൊരു തുടക്കം മാത്രം. ഇതിന്റെ ഒടുക്കം 90 വയസ്സാകണോ 18 വയസ്സുകാരന് എന്നത് മാത്രമേ ഉള്ളൂ. ഇത് അവസാനിക്കാത്തൊരു സംഭവമാണ്. ആംനസ്റ്റി സ്കീം ഏതെങ്കിലും വന്നാൽ ഇത് അവസാനിക്കുള്ളൂ. അപ്പോ എന്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. GSTR 1, 2, 3 പ്രോപ്പറായിട്ടും GST നെറ്റ്വർക്ക് ആ നിയമത്തിൽ പറഞ്ഞ പരിരക്ഷയോടുകൂടി നടപ്പാക്കാത്തിടത്തോളം കാലം ഓഡിറ്റ് നടപ്പാക്കാൻ പറ്റില്ല എന്ന ഒരു സ്റ്റാൻഡാണ് എന്നോട് ട്രേഡ് അസോസിയേഷൻകാര്, ചേംബർ ഓഫ് കൊമേഴ്സുകാരൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് പ്രപ്പോസ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് 29 സ്റ്റേറ്റിലും ഉള്ള ഒരു പ്രിപ്പറേഷൻ അല്ല കേരളത്തിലെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. കേരളത്തിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ ഡോക്യുമെന്റ് കൊടുക്കുന്നു, ആ ഡോക്യുമെന്റിലെ വള്ളി പുള്ളി തെറ്റിയാല് അവർ സമ്മതിക്കില്ല. അവരെ സംബന്ധിച്ചോളം പെൻഷനെ ബാധിക്കും. AG-ക്കാർ കേരളം പ്രത്യേകിച്ച് ഓഡിറ്റിംഗ് ആണ്, ആ ഒരു പ്രത്യേകതരം ഓഡിറ്റിംഗ്, ആ ഒരു സംസ്കാരം ഇവിടെ വളർത്തിയെടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ AG-ക്കാരെ പേടിച്ച് ആക്ടും റൂളും സർക്കുലറും ഈ പറഞ്ഞ മാതിരി 138 പോലെയുള്ള റൂൾസിലെ ഇ-വേ ബിൽ ഇൻസിസ്റ്റ് ചെയ്യുന്ന കാര്യവും, അതേപോലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കാണിക്കുമ്പോൾ അതിന്റെ ഫ്രൈറ്റ് അതിന് റിവേഴ്സ് ടാക്സിൽ RCM-ല് അടച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിൽ നോക്കും. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞ് അവസാനിക്കാത്ത ഒരു പ്രോസസ്സാണ് ഓഡിറ്റിംഗ്. അതുകൊണ്ട് തന്നെ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് തന്നെ ഈ ഓഡിറ്റിന് ഒരു പരിധി വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഫലത്തിൽ നടപ്പാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. ഈ വരുന്ന 15-ാം തീയതി അതുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരു ചർച്ച കേരളത്തില് 1000-ഓളം റെപ്രസെന്റേറ്റീവ്സ് പങ്കെടുത്തുകൊണ്ട്, വിവിധ മേഖലയിലെ റെപ്രസെന്റേറ്റീവ് പങ്കെടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. എനിക്കതിന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 15-ാം തീയതിക്ക് ശേഷം ഓഡിറ്റില് കുറച്ചും കൂടി ഒരു വിശാലത നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഓഡിറ്റിനെ ഏൽപ്പിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശത്തില് ആക്ട് 65 ഫോളോ ചെയ്തോ? യെസ്. അതിൽ പറഞ്ഞ അവരുടെ പർച്ചേസുകളെല്ലാം തന്നെ GST ലോ ബൈൻഡിങ് ആയിട്ട് എല്ലാ സെക്ഷനും കവർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന് എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ AG-ക്കാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാകും. ഇത് തന്നെ കർണാടകത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ AG ആയാലും എല്ലാവരും ആയാലും ബിസിനസ്സുകാരന്റെ ഒരു പൾസിലൂടെയാണ് പോകുന്നത്. അപ്പൊ വലിയ കുഴപ്പമില്ല. ഇവിടെ അതല്ല, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 15-ാം തീയതിക്ക് ശേഷം ഉള്ള തീരുമാനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോ GST ആക്ടും CGST ആക്ടിലൊക്കെ കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്? പറ്റും. കാരണം
ഓഡിറ്റ് നടത്തുന്നത് വ്യക്തികളാണ്. 95% ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഗൈഡ് ലൈൻസ് കൊടുക്കാം. ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കണ്ട, അങ്ങനെ നോക്കണ്ട. ചിലതൊക്കെ നമുക്ക് നാടോടുമ്പോഴല്ല, ഇതൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണല്ലോ. പലപ്പോഴും ഇത് ആക്ട് തുടങ്ങിയ സമയമാണ്. എന്ന ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ ഭാഗത്തുണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം ശക്തമായിട്ട് കൊടുക്കാൻ സ്റ്റേറ്റിലെ അധികാരികൾക്ക് സാധിക്കും. അത് നോക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ നോക്കൂ, അല്ലാണ്ട് ഇങ്ങനെ നോക്കണ്ട എന്നൊരു നിർദ്ദേശം കണ്ണടച്ചു വിടുന്ന പോലെ പറ്റും. ആക്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ടുള്ള ചില സമീപനങ്ങൾ എടുക്കണം എന്നുള്ള നിർദ്ദേശം വേണ്ടതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അത് അതിന്റെ പ്രായോഗിക വശം. അതിലൊക്കെ ഇവിടെ ചർച്ചകൾ വരും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ കാഴ്ചപ്പാട് GSTക്ക് ഓഡിറ്റ് ഇൻകം ടാക്സ് സ്ക്രൂട്ടനി പോലെ പാടുള്ളൂ എന്നാണ്. ആക്ടിൽ അതില്ല. ആക്ടില് അങ്ങനെയല്ല. ഇൻകം ടാക്സ് സ്ക്രൂട്ടനിക്ക് എന്താ, ഇപ്പൊ മാക്സിമം 1% പോലും ഓഡിറ്റിംഗ് നടക്കുന്നില്ല. കൊടുക്കുന്നത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യമന്ത്രി, ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും അങ്ങനെ ഒരു കാഴ്ചപ്പാടുകാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വ്യാപാരികള് അല്ലെങ്കിൽ വ്യവസായികള് അല്ലെങ്കിൽ അസോസീസ് അവരെല്ലാവരും കള്ളന്മാരാണ് എന്നൊരു സമീപനം സർക്കാരിനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോ അങ്ങനെ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു തെറ്റ് കാണിക്കാത്ത ഒരു കേസിനും ഓഡിറ്റിംഗ് പാടില്ല, ഓഡിറ്റ് പാടില്ല. വേണമെങ്കിൽ പറയാം, സാധാരണ ഇൻകം ടാക്സിലൊക്കെ എന്താണ് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചോട്ടെ. ഇത് കിട്ടുന്ന കേസുകളിലൊക്കെ തന്നെ 100 പ്രാവശ്യം നടത്തുകയും അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ പാടില്ല. അതിന് ആക്ടിൽ പ്രൊവിഷനില്ല. അവിടെയൊക്കെ ഞാൻ വരുന്നത്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ബഹുമാനപ്പെട്ട ശ്രീ തങ്കച്ചൻ പറഞ്ഞു, ഓഡിറ്റ് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, റിട്ടേൺസ്, അങ്ങനെയുള്ള ഇൻവോയ്സസ് ഒക്കെ ക്രോസ് വെരിഫൈ ചെയ്യാം. HSN കോഡ് വ്യത്യാസമുണ്ട്, റേറ്റ് കുഴപ്പമില്ല, ഇങ്ങനെ നോട്ടീസ് ആക്കരുത്. HSN കോഡ് 5% ഒരു HSN കോഡാണ് ഇട്ടേക്കുന്നത്. അതിന്റെ ഐറ്റംസിന് 1 എന്നുള്ളത് മാറിപ്പോയി, രണ്ടും 5% ആണ്. അതിന് ഓഡിറ്റിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ടോട്ടൽ ടേൺ ഓവറിൽ കാര്യമായിട്ടൊരു വ്യത്യാസം ഇല്ലെങ്കിൽ, ചെറിയ വ്യത്യാസമുള്ളൂ, കൂട്ടുമ്പോൾ ഒരു 1000 രൂപയുടെ വ്യത്യാസമുള്ളൂ, അതിനൊരു ഓഡിറ്റ് വെക്കണ്ട. ഓഡിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഓഡിറ്റിന്റെ ചെക്ക് നോട്ട് എഴുതി വരുമ്പോൾ അതിൽ ഒരുപാട് സമയമെടുക്കും. പണ്ടത്തെ അസസ്മെന്റ് പോലെയാണ്, KGST പീരീഡിലെ അസസ്മെന്റ് പോലെയാണ്. ഒരു ചെക്ക് നോട്ടൊക്കെ ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് എങ്ങും എത്തൂല. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും ഡെഫിനിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് 9C അല്ലെങ്കിൽ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അക്സെപ്റ്റബിൾ ആണെങ്കിൽ അവിടെ വെച്ച് തീർക്കാവുന്ന രീതിയിൽ ഒരു പ്രൈമറി സ്ക്രൂട്ടനി വീഡിയോ കോൺഫറൻസിലൂടെയോ ഒക്കെ നടത്തി അതിനുശേഷമേ ഒരു സ്ക്രൂട്ടണിയിലേക്ക് കടക്കാവൂ അല്ലെങ്കിൽ ഒരു ഓഡിറ്റിലേക്ക് കടക്കാവൂ എന്ന ഒരു നിലയിലേക്ക് പോയില്ലെങ്കിൽ ഇവിടെ 16 ലക്ഷം അസസീസ് ഉണ്ടെങ്കിൽ 17 ലക്ഷം ഓഡിറ്റിംഗ് വേണ്ടി വരും. ഒരു കൊല്ലം തന്നെ നടത്തി കഴിഞ്ഞിട്ട് അടുത്തതിൽ വ്യത്യാസം വരാം. അപ്പൊ ഒന്നും പ്രായോഗികമല്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവില്ല. അപ്പൊ അവർ തിരക്ക് പിടിച്ച് അത് ചെയ്യും, അതൊരു പ്രോബ്ലം ആവും. അതുകൊണ്ടൊക്കെ തന്നെ ഓഡിറ്റില് ഒരു പുനർചിന്തനം ആവശ്യമാണ്. അങ്ങനെ പുനർചിന്തനം ആവശ്യപ്പെടേണ്ടത് ട്രേഡേഴ്സ് ആണ്, അസോസിയേഷൻസ് ആണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ അതിനുള്ള സൂചനകൾ കൊടുത്തുകൊണ്ട് ഇതിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സകല ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ 2 കൊല്ലത്തെ പ്രത്യേകിച്ച് 2, 3 എന്ന ഫോംസ് ആക്ടിൽ ഇപ്പോഴും ഉണ്ട്, റൂളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ നിലനിൽപ്പില്ലാത്തയിടത്തോളം സമയം ഓഡിറ്റ് മാറ്റി വെക്കണം എന്നുള്ള ഒരു മൂവ്മെന്റിലേക്ക് എല്ലാവരും പോകണം. അതിന് നാഷണൽ വൈഡ് ഒരു മൂവ്മെന്റ് മൊത്തത്തിൽ ഇതൊക്കെ ഉൾപ്പെടെ 2, 3 ശരിയാവണ വരെ, അത് GSTR 2ഉം 3ഉം റെഡിയാവണത് വരെ, GST നെറ്റ്വർക്ക് ശരിയാകണത് വരെ കാര്യങ്ങൾ മാറ്റിവെക്കണം എന്ന ഒരു നിർദ്ദേശം ആണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓഡിറ്റിന്റെ ഡെഫിനീഷൻ ടെക്നിക്കലായിട്ട് ചെയ്യേണ്ടതല്ല, അതൊരു ബയോടെക്നിക്കലായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ മനുഷ്യത്വം കൂടി അതിലേക്ക് ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് ആൾക്കാര് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് ഓഡിറ്റിന്റെ പേരിൽ ഒരു ഇന്റലിജൻസ് വർക്ക് അല്ല. അതിൽ വെട്ടിപ്പോളതൊക്കെ പിടിച്ചോട്ടെ, പ്ലൈവുഡിന്റെ ബില്ല് അവിടെ അടിച്ചു,
അത് അവിടെ ഇൻപുട്ട് എടുത്തു, പിടിച്ചോട്ടെ, നോ ഇഷ്യൂ. ജെന്യുവിൻ ആയിട്ടുള്ള ഡീലേഴ്സിന് ഒരു 10-25% മാർജിൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ഓഡിറ്റിങ് നടത്താൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഇന്നലത്തെ GST റിട്ടേൺസിന്റെ പ്രിന്റ് എടുത്തു കഴിയുമ്പോൾ ഇപ്പോ പലരുടെയും IP ഇങ്ങോട്ട് കിട്ടിയിരിക്കുകയാണ്, നമ്മുടെ അങ്ങോട്ടും പോയിട്ടുണ്ട്. ഇപ്പോൾ GST നെറ്റ്വർക്ക് പരാജയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇൻകം ടാക്സിന്റെ പ്രശ്നം നമ്മൾ കണ്ടിരിക്കുകയാണ്. ജൂലൈ ആവുമ്പോഴത്തേക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ TDSന്റെ ക്രെഡിറ്റ് നോക്കാൻ പറ്റുന്നില്ല. ഇൻഫോസിസ് എവിടേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുക. മത്സരത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിയാവുന്നത് വരെ എല്ലാവരും, ഇപ്പൊ ടാക്സ് കേരളയ്ക്ക് തന്നെ എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ തന്നെ എത്രയേറെ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിവിൻ പറയായിരുന്നു, നമ്മുടെ ഒരു പ്രോഗ്രാം ഓരോ സൈഡും എടുക്കുമ്പോൾ 2000 മുകളിൽ വ്യൂവേഴ്സ് കഴിഞ്ഞു. വളരെ ചെറിയ പ്രോഗ്രാം. അപ്പോ അത്രയും പേര് കാണുന്നു. അപ്പൊ നമ്മളൊക്കെ കൂടി, പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ ഇഷ്ടംപോലെ ക്ലയൻസ് ഉള്ളതാണ്. 100 പേർക്ക് റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇവിടെ ഓൺലൈനിൽ ഉൾപ്പെടെ 100 പേര് കൂടുതൽ റെപ്രസെന്റ് ആയിട്ടുള്ളത്. അപ്പോ നമ്മൾ ഏതാണ്ട് 10,000 പേരുടെ അടുത്തേക്ക് എത്തും ഈ വിവരം. അതേ രീതിയിൽ എത്തിച്ചുകൊണ്ട് ഈ GSTR 1 റെഡി ആവണം. 1 ഒന്ന് പൂർണ്ണമല്ല, ഇപ്പൊ 2, 3. അതേപോലെ GST നെറ്റ്വർക്ക് ലൂപ്പ് പ്രൂഫ് ആണ് എന്ന് ഒരു ഏജൻസി സർട്ടിഫൈ ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് അതുവരെ ഓഡിറ്റും മറ്റ് നടപടികളും നാമമാത്രമാക്കി കുറയ്ക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. അത് നമ്മുടെ ക്ലയൻസിനോട് പറഞ്ഞ് അത്തരത്തിലൊരു മൂവ്മെന്റ് നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എനിക്ക് വേറെ പ്രോഗ്രാമുള്ളതുകൊണ്ട് വളരെ നന്നായി ക്ലാസ്സുകൾ അവതരിപ്പിച്ച ശ്രീ തങ്കച്ചൻ, അദ്ദേഹത്തിന് സർവ്വവിധ ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ചീഫ് എഡിറ്റർ ആയിട്ട് നിൽക്കുന്ന വിപിൻ കുമാർ, വേണുജി, അനിരുദ്ധൻ സാറ്, അങ്ങനെ ഇവിടെ ഒരുപാട് പേരുണ്ട്, ഉദ്യോഗസ്ഥരടക്കം ഒരുപാട് പേരുണ്ട്, ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും കൂടുതൽ ഉത്സാഹത്തോടു കൂടി പുതിയ പരിപാടികളായിട്ട് വരട്ടെ. ഇപ്പോ മാതൃകയായ ഒരു ടാക്സ് പ്രാക്ടീഷണർ ക്ലാസ് അവതരിപ്പിച്ചു, അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് എല്ലാവരും അവതരിപ്പിക്കട്ടെ. അതിന് വേദി ഒരുക്കുന്ന ടാക്സ് കേരളയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങള്. ഒപ്പം തന്നെ ഈ ടാക്സ് കേരള ഇങ്ങനെയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നമ്മളുടെ കെയർ ഓഫിൽ കുറച്ച് സബ്സ്ക്രിപ്ഷനെങ്കിലും മേടിച്ചു കൊടുക്കണം. അപ്പൊ ക്ലാസ് അവതരിപ്പിച്ച ഒരാള് ആകെ 100 സബ്സ്ക്രിപ്ഷൻ ഒക്കെ കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. ഒരു ക്ലാസ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ ഒരു ത്രില്ല് കൂടിയില്ല, അതിന്റെ ഒരു സെൽഫ് എസ്റ്റീം കൂടിയില്ലോ. അപ്പൊ ഒരു 100 സബ്സ്ക്രിപ്ഷൻ മേടിച്ചു കൊടുക്കുക. അങ്ങനെ കാഴ്ചക്കാരും ഓരോ സബ്സ്ക്രിപ്ഷനോ 2 സബ്സ്ക്രിപ്ഷനോ മേടിച്ചു കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് അത് മര്യാദ കൊണ്ടുനടക്കാൻ പറ്റും. ഇത്തരത്തില് ആർക്കിത് കൊണ്ടുനടക്കാൻ പറ്റും? മലയാളത്തിൽ ഒരു മാധ്യമം ഇങ്ങനെ കൊണ്ടുനടക്കണം. അപ്പൊ അതിനൊക്കെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സർ. അതിനിടക്കാണേലും സാറ് നല്ലൊരു പ്രൊമോഷൻ എനിക്ക് വേണ്ടി തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് ഹരിഹരൻ സർ, യുവർ വണ്ടർഫുൾ വേർഡ്സ്. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് നമ്മുടെ അനിരുദ്ധൻ സാർ, എനിക്ക് തോന്നുന്നു ടാക്സ് കേരളയുടെ ജൂലൈ എഡിഷൻ എല്ലാവർക്കും അത് ഇന്നലെ തൊട്ട് കിട്ടി തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഒരു 2 ദിവസം ഡിലേ ആണ് സബ്സ്ക്രിപ്ഷൻ മീൻസ് പോസ്റ്റിൽ പോയേക്കുന്നത്. എല്ലാവർക്കും ഇന്നലെ ഇന്നുമായിട്ട് കിട്ടിയെന്നുള്ള അറിവ് കിട്ടുന്നുണ്ട്. അനിരുദ്ധൻ സാറിന്റെ ഒരു ആർട്ടിക്കിൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഓഡിറ്റ് നമുക്ക് എന്താ പറയാ, ഇത്രയും ബുദ്ധിമുട്ടായിട്ട് വരാൻ പോകുന്ന ഈ ഓഡിറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിളും വളരെ എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഉണ്ട്. അതെല്ലാവരും സശ്രദ്ധം വായിക്കുക എന്നുള്ളത് കൂടി എനിക്ക് ഒരു അവസരത്തിൽ പറയണം. അനിരുദ്ധൻ സാർ, എന്താണ് ഇതുമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? നമസ്കാരം. നമസ്കാരമാണ് സാർ. നമസ്കാരം സാറേ. അപ്പോ ഓഡിറ്റിനെ കുറിച്ച് വിശദമായിട്ട് ഒരു പ്രതിപാദനം ഉണ്ടായി. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ 2021 ഓഡിറ്റ് തൊട്ട് 35(5) ആപ്ലിക്കബിൾ അല്ല. അത് സർക്കാർ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഡീലർ തന്നെ ഡീലറുടെ പാർട്ടിൽ നിന്ന് മാത്രം റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഫർണിഷ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടൻസും ചാർട്ടേഡ് അക്കൗണ്ടൻസും വളരെ സ്ട്രോങ് ആണ്. അവര് ഡീലർ ഫ്രണ്ട്ലി ആയിട്ടല്ല ഇപ്പൊ അവരുടെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പല ബാങ്കുകാരും ഫെസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത ഒരു രീതി അവരുടെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട്.
അവർ നിയമത്തെ ബലമായി പിടിക്കുകയാണ്. കാരണം അവരുടെ നിയമത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ് സർക്കാരെ അവരെ മാറ്റിയെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഇല്ലാതില്ല. അപ്പൊ അതിന്റെയൊക്കെ ബേസിൽ അവർ സ്ട്രിക്റ്റ് ആണ്. മറ്റേ ബാങ്കിലേക്ക് ഫെസിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് കച്ചവടക്കാരൻ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ ബേസിൽ ചിലപ്പോൾ അവർക്ക് വീണ്ടും അത് അപ്ലൈ ചെയ്ത് കൂടാഴിയൊന്നുമില്ല സർക്കാർ. ഒരു ഡോസ് കൊടുത്ത് തൽക്കാലം നിർത്തിയിട്ട് പിന്നീട് അത് കൊണ്ടുവന്ന് കൂടാഴിയില്ല. പക്ഷെ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ 2021 അതായത് 2021 ഉണ്ടാവില്ല. 2021 മുതൽ 9C ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 18, 19, 19, 20, 20, 21 കാലഘട്ടങ്ങളിലേക്ക് 9C അവരുടേത് വേണം. ചാർട്ടേഡ് അക്കൗണ്ടൻസ് സർട്ടിഫൈ ചെയ്തിട്ട് വേണം. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പറയാനുള്ളത്, ഓഡിറ്റ് തുടങ്ങുന്ന കാലം ഏതാ വെച്ചാല് പറഞ്ഞിരിക്കുന്നത് 2 തരത്തിൽ നടത്താം. ഓഫീസേഴ്സിന്റെ ഓഡിറ്റ് 2 തരത്തിൽ നടത്താം. ഒന്ന് അവരുടെ ഓഫീസിൽ വെച്ചും ഒന്ന് നമ്മളുടെ ബിസിനസ് പ്ലേസിൽ വന്നിട്ടും. അവരുടെ ഓഫീസിൽ വെച്ച് നടത്തുകയാണെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡേറ്റിലാണ് കമ്മീഷൻ തുടങ്ങുക. ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ദിവസം, അന്നത്തെ ദിവസം തൊട്ട് 90 ദിവസവും ഓഡിറ്റ് തീരാത്ത പക്ഷം അവർക്ക് വീണ്ടും ഒരു 180 ദിവസം 6 മാസം കൂടി നീട്ടി ചോദിക്കുന്നതിനുള്ള അവസരം കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോ ആക്ച്വലി ഓഡിറ്റ് 180, 90, 270 ദിവസത്തിനകം തീർക്കേണ്ട ബാധ്യതയുള്ളൂ. അതായത് 6, 3, 9 മാസം, 6 മാസം വരെ അവർക്ക് നീട്ടി കൊടുക്കാം. ആ സമയത്ത് 64 ചാർട്ടേഡ് അക്കൗണ്ട്സ് വരുമ്പോഴത്തെ 90 ദിവസവും നീട്ടി കൊടുക്കല്, അവർക്ക് 180 ദിവസമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൂടി അവർക്ക് വാങ്ങാവുന്നതാണ്. സ്ഥലത്ത് വരികയോ കൊടുക്കാൻ തുടങ്ങുന്നതായിട്ടാണ് കമൻസ്മെന്റ് തുടങ്ങുന്നത്. പിന്നെ വേറെ അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം, ഓഡിറ്റ് 73(6) തീർക്കാം. 74(6) 73(6) ബെനിഫിറ്റ് തന്നുകൊണ്ട് ഓഡിറ്റ് തീർക്കാം. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പെനാൽറ്റി ഇല്ല എന്നുള്ളതാണ്. നമുക്ക് SCN ആവുന്നതിന് മുൻപേ ഓഡിറ്റ് നടന്നാൽ SCN ആവുന്നതിന് മുന്നേ, എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? തീർച്ചയായിട്ടും സാർ കേൾക്കുന്നുണ്ട്. അപ്പോ ഓഡിറ്റ് നടന്നാൽ അത് ആർക്കും അത്ര, ഇപ്പൊ ഞാൻ ബിപിൻ എന്നോട് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തുന്നത് വളരെ കുറയ്ക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാത്തതാണ്. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ്. കാരണം എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടും എൻ്റെ കൃത്യമായ രേഖകൾ ഉള്ളത് കൊണ്ടും ഞാൻ പറയുകയാണ്. ഈ 73(6) 74(6) ഒന്നും തീർക്കാനായിട്ടുള്ള നിയമം ഉണ്ടെന്നുള്ളത് നമ്മുടെ ആശാന്മാരെയൊക്കെ അറിഞ്ഞു വരണയിനി. കാരണം ഇങ്ങനെ 84(6), 86(4)(A) കുറെ ബെനിഫിറ്റ് തന്നിട്ടുണ്ട് റൂള്. ആദ്യം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ നിന്ന് എനിക്ക് നോട്ടീസ് വന്നതിന്റെ ബേസിൽ ഞാനത് കഴിഞ്ഞ സെൻട്രൽ എക്സൈസുകാരുടെ മീറ്റിംഗിൽ ആ വിഷയം ഒന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കൊണ്ട് ഞാനത് വായിപ്പിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇവരെ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടുവരാൻ നിവൃത്തിയില്ല. ഓഡിറ്റ് മാനുവൽ എന്നും പറഞ്ഞുകൊണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഓഡിറ്റ് ഒരു കിതാബ് ഇറക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ വിപിനോട് പറയണ്ടായി. അപ്പൊ ആ ഓഡിറ്റ് മാനുവലില് നമ്മളുടെ ഇത്തരം കാര്യങ്ങൾ അതിന്റെ സെക്ഷൻ 6(1) പറ്റിയാണ് എന്റെ ഓർമ്മ. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ ആ ഓഡിറ്റിനകത്ത് സംബന്ധിച്ചുള്ള വീഴ്ചകളും പാളിച്ചകളും കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ നമ്മളോട് വിശദീകരിക്കണമെന്നും അതിൽ പേഴ്സണൽ ഹിയറിംഗ് തരണമെന്നും ആ വിശദീകരണത്തിൽ കൂടി നിങ്ങൾ ഇത്ര രൂപ ഇൻട്രസ്റ്റോടുകൂടി മുതലും പലിശയും അടച്ചാൽ അവസാനിപ്പിക്കാവുന്നതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തില്ല എങ്കിൽ പിന്നെ 73(5)ലേക്കോ 73(5) കൊണ്ടുവരില്ല, 74(5)ലേക്ക് കൊണ്ടുപോകുള്ളൂ. കാരണം അവർക്ക് 15%, 25%, 50%, 100% കിട്ടാൻ വേണ്ടിയിട്ട് അവർ 74(5)ലേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പൊ അതിലേക്ക് പോകുന്നത് നമ്മൾ തീർത്തില്ലെങ്കിലാണ് അതിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് അവര് വന്നിട്ട് നമ്മളോട് ഇപ്പൊ തന്നെ നിങ്ങൾ കാശും പെനാൽറ്റി ഇപ്പൊ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. നോട്ടീസ് ആണെങ്കിൽ ഒരു നോട്ടീസ് തന്നു, അതിന് മറുപടി കൊടുത്തപ്പോഴത്തേക്ക് അത്രയും കോളംസ് തന്നെ കൂട്ടിക്കൊണ്ട് വേറൊരു നോട്ടീസ് തന്നു,
അതിനും മറുപടി കൊടുത്തപ്പോഴത്തേക്ക് വേറെ നോട്ടീസ് വന്ന് ഞാനിതിന് മറുപടി കൊടുത്ത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇങ്ങനെ ഒരു നോട്ടീസ് തരാനായിട്ട് നമുക്ക് ആർക്കും ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥൻ ഒരു ക്ലയന്റ് ഇപ്പൊ സാബു ജേക്കബിലേക്ക് ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞ ആളാണ്. ഒരാളിനെ കുറിച്ച് ഒരു കുറ്റം കണ്ടുപിടിച്ചാൽ ആദ്യം നോട്ടീസ് തന്നാൽ ആ നോട്ടീസിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. അല്ലാണ്ട് പിന്നീട് വീണ്ടും നോട്ടീസ് തന്ന അവസ്ഥ ശരിയല്ല. എന്റെ കയ്യിലിരിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് തന്നെ 3 പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് എന്റെ കയ്യിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവര് ചെയ്യാം. എങ്ങനെ ഞാൻ കുറ്റം പറയാതിരിക്കട്ടെ? ഇവരെ ക്ലീൻ കേസ് ഓഫ് ഹരാസിംഗ് അല്ല സാറേ, പൊട്ടിത്തെറിയാണ്. ക്ലിയർ ഹരാസിംഗ്. എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയല്ലോ ഇവനെ. അതുകൊണ്ട് അപ്പോ ആ അവസ്ഥയിലുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യലുണ്ടാവും. ആ അവസ്ഥയിൽ നമ്മളോട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ പറയുന്ന ഡൽഹിയിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കണം ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യണം, ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞത്. ക്ലോസ് ചെയ്യണമെങ്കിൽ പണം 15% പെനാൽറ്റി അടയ്ക്കാനാ പറയണതേ. അതുകൊണ്ട് അന്നത്തെ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് വിത്ത് 15% പെനാൽറ്റി. അല്ലാണ്ട് ഈ കാര്യമൊന്നും പറഞ്ഞു ബോധ്യപ്പെടുത്തി നിങ്ങൾ പലിശയും മുതലും കൂടി അടച്ചാൽ ഇത് തീരാന്ന് പറയല്ല. ഇതാണ് നമ്മുടെ ഓഡിറ്റ് പാർട്ടിയുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് വിജിലന്റ് ആയിരുന്നെങ്കിൽ മാത്രമേ ഓഡിറ്റ് വേണ്ടുന്ന രീതിയിൽ നടത്താൻ നമ്മളെ കൊണ്ട് സാധിക്കൂ എന്നുള്ള ഒരു കാര്യം, നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ എക്സാമിനേഷൻ 90 days, ഇതുപോലെ 73(6) 74(6) വേണമെങ്കിൽ തീർക്കാം. ആ ഓഡിറ്റ് മാനുവൽ നമ്മൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ വിപുലമായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് അയച്ചു കൊടുക്കാമെന്ന്. അത് അയച്ചു തരാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അപ്പോ ആ ഓഡിറ്റ് വരുന്ന കേസുകളിൽ അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓഡിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ വേറെ പറയാനുള്ളത് എന്താ വെച്ചെന്നാല് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം ഡിലേ ചെയ്യിക്കാവുന്നിടത്തോളം ഡിലേ ചെയ്യിക്കണം. നേരത്തെ ഹരിഹരൻ സാർ പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു ആംനസ്റ്റി ഇപ്പൊ എന്നായാലും ഈ കാണിച്ചിരിക്കുന്ന സാധനം മാത്രമായിരിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ മീറ്റിംഗ് ഞാനൊരു ഓൾ ഇന്ത്യ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോഴത്തേക്ക് GST കൗൺസിൽ മെമ്പർ ഉണ്ടായിരുന്നു, ഫെഡറേഷൻ ഓഫ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആളുണ്ടായിരുന്നു, KPMG ഗ്രൂപ്പിന്റെ ആൾക്കാരുമായിട്ടുള്ള ഒരു മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കേണ്ടായി. ആ മീറ്റിംഗിൽ ഞാൻ ഈ വിവരം അവതരിപ്പിച്ചു. ഈ ആദ്യത്തെ 3 കൊല്ലം ഓഡിറ്റ് നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അവതരിപ്പിക്കുകയും അവരത് ഗൗരവത്തോടെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കപ്പോ എനിക്ക് ആൻസർ തരാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്റെ അതിന്റെ PPT ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് കോപ്പിറൈറ്ററിന് പുറത്താർക്കും വിടരുതെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അത് കാരണം PPT നമുക്ക് ഷെയർ ചെയ്യാൻ നിവൃത്തിയില്ല. കോപ്പിറൈറ്റിൽ പെട്ട സാധനം എന്ന് അവർ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ആർക്കും കൊടുക്കരുത്, പാർട്ടിസിപ്പൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ കാരണം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ ഈ ഓഡിറ്റ് ഒന്നും വെക്കരുതെന്നും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർ പറഞ്ഞത് ഇതാണ്, ഞങ്ങൾക്കിത് തീരുമാനിക്കാൻ പറ്റില്ല, പക്ഷെ ഞങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച് ഞങ്ങളിത് കൗൺസിലിന് കൊടുക്കാം, കൗൺസിലിൽ നിന്നൊരു തീരുമാനം വരണം എന്നാണ് അവർ പറയേണ്ടത്. എന്നാലും നമ്മളത് വളരെ വ്യക്തമായിട്ട് ഈ കാലത്ത് അതിനകത്ത് അരുൺ ജെയ്റ്റ്ലിയുടെ സ്റ്റേറ്റ്മെന്റ് ഇത്രാം തീയതി ഉണ്ടെന്ന് വരെ പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് വിപിനോട് വിശദീകരിച്ച പോലെ തന്നെ ഞാൻ അക്കാര്യം കൗൺസിൽ അവരോടും വിശദീകരിക്കേണ്ടായി. അപ്പൊ അവരോട് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെ 3Bക്ക് നമുക്ക് ഇതേവരെ എന്ത് തുല്യതയില്ലാഴിയാണ്. 3B റിട്ടേൺസ് 2017 മുതൽ ഇന്ന് വരെ ഫയൽ ചെയ്യാത്തവർക്ക് ഫയൽ ചെയ്യാം, ഫയൽ ചെയ്തവർക്ക് സംഭവിച്ച തെറ്റിദ്ധരുത്താൻ അവസരമില്ല. ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഇരുന്ന് വളരെ ഹാപ്പിയോടുകൂടി അവർ തലകുലുക്കി സമ്മതിക്കേണ്ടത്. 3B നമുക്ക് ഫയൽ ചെയ്യാത്ത, നിയമം പാലിക്കാത്തവർക്ക് ഫയൽ ചെയ്യാൻ അവസരം കൊടുത്തു, തെറ്റു വന്നവർക്ക് തിരുത്താൻ സമ്മതിക്കുന്നില്ല. 3B റിട്ടേൺ ഫോം എന്ന് പറയാൻ പറ്റില്ല സാർ, അത് സർക്കാർ കാശ് മേടിച്ച് എടുക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു സംവിധാനമാണല്ലോ. അതിനകത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ആൾക്കാർ എനിക്ക് എന്നോട് പലരും വിളിക്കുന്നുണ്ട്, സാറേ ഒരു 0 കൂടിപ്പോയി, അടിച്ചപ്പോ ഒരു 0 കൂടിപ്പോയി, എന്താ ചെയ്യാ, ഇതിന് നോട്ടീസ് ആവണുണ്ട്, ഇതൊക്കെ തിരുത്താൻ അവസരം തരണ്ടേ. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ഒരു കക്ഷി പറയാണ്, ഒരു പ്രാക്ടീഷണർ, ഞാൻ നിങ്ങളുടെ അനുഭവത്തിൽ കൂടി പറയാണ്, ഒരു പ്രാക്ടീഷണർ 2 കക്ഷികളുടെ കേസ് എടുത്ത് വെച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാണ്. അതിൽ ഒരുത്തന് 1,50,000 രൂപയോ അടയ്ക്കണം, മറ്റൊന്നും വളരെ തുച്ഛമായ തുക അടയ്ക്കാറുള്ളൂ. ഈ റിട്ടേൺ മാറിപ്പോയപ്പോ ഈ എമൗണ്ട് മറ്റവന്റെ പേരിൽ അടയ്ക്കപ്പെട്ടു പോയി. ഇത് മാർച്ചിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതില് രണ്ടാമത്തെ ഈ തെറ്റായി ഫയൽ ചെയ്തവന്റെ ഹോളി ഓയില് ടേൺ ഓവർ ആകെ
വർഷം 25 ലക്ഷം വരുള്ളൂ. അതിന് ഒരു കൊല്ലം കാത്തിരുന്നാലും അവൻ അടച്ചതിൽ 18 ലക്ഷമാണെന്ന് തോന്നുന്നു, അത്രയും തുക വരില്ല. 75 ലക്ഷം ടേൺ ഓവർ കാണിച്ചിട്ടാണ് അടച്ചിരിക്കണേ. ആകെ ഒരു കൊല്ലം അവന് 25 ലക്ഷം വരുള്ളൂ ഈ ഫയലവന്. ഇവരെങ്ങനെ തിരുത്തും? ഈ അടച്ച കാശ് തിരിച്ചു കിട്ടണ്ടേ? വേറെ തിരുത്തലും ഒക്കെ പോട്ടെ, നമുക്ക് സാർ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് GSR 1 വഴി തിരുത്താനുള്ള വകുപ്പുണ്ട്, അല്ലെങ്കിൽ GSR 9 തിരുത്താൻ, 9 തിരുത്താൻ, ഇതിനൊക്കെയുള്ള വകുപ്പുണ്ട്. ശരി, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ അടച്ച കാശ് എങ്ങനെ തിരിച്ചു കിട്ടാ? കോടതിയിൽ തന്നെ പോകേണ്ടി വരും സാറേ. കോടതി തന്നെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത്തരം നമ്മളുടെ കയ്യിൽ നിന്ന് പറ്റുന്ന അബദ്ധങ്ങൾ പോലും ഒരു തരത്തിലും റെമഡി ഇല്ല. ഇപ്പൊ തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്, 15/3/2020 മുതൽ 14/3/2021 വരെ വരുന്ന കേസുകളൊക്കെ എന്തിനൊക്കെ മറുപടി കൊടുക്കണമെങ്കിലും എന്തൊക്കെയാണെങ്കിലും അത് അതിനുശേഷം 3 മാസം കൊടുത്താൽ മതി. ആയിട്ട് ആ കേസ് 19/7/2021 വെക്കുമെന്ന് പണ്ട് രണ്ടാമത് കുട്ടപ്പിയൊന്നും പണ്ട് കോടതി ഉത്തരവാക്കിയിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഇപ്പൊ എന്റെ ഒരു മനുഷ്യൻ വന്നിട്ട്, എന്റെ എല്ലാ തേടി പിടിച്ചെടുത്തും വന്നിട്ട് അയാളുടെ രജിസ്ട്രേഷൻ റെസ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഇപ്പൊ സബ്മിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് 90 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ യാതൊരു ഭാഗവുമില്ലെന്ന് കാണിക്കും. ഇനിയിപ്പോ അതിന് മാനുവലായിട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഓഡിറ്റുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ചു വേണം ഓഡിറ്റിനെ കൈകാര്യം ചെയ്യാനായിട്ടെന്നുള്ള വിവരം മാത്രം, ഇത്തരം അഡീഷൻസ് കൂട്ടാനുള്ള കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഓഡിറ്റ് മാനുവൽ നോക്കണം. അതിനോടൊപ്പം തന്നെ ഞാൻ നോക്കിയിരിക്കുന്നത് മുഴുവനായിരിക്കില്ല, നിങ്ങൾ എല്ലാവരും ഓഡിറ്റിനെ സംബന്ധിച്ച് സർക്കാർ ഇറക്കുന്ന നോട്ടിഫിക്കേഷൻസ്, സർക്കുലേഴ്സും ഒക്കെ ധാരാളം കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് വേണം ഓഡിറ്റിലേക്ക് കടക്കാൻ എന്നുള്ള വിവരം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് തന്ന അവസരം തന്ന വിപിനോടും മറ്റുള്ളവരോടും കൂടുതൽ നന്ദി പറഞ്ഞുകൊണ്ടും, പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽ വന്നത് ഏതാണ്ടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു സാറിന്റെ ഒരു വോയിസ് ഇന്നൊരു വൈറലായിട്ട് ഇന്ന് എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കിടന്ന് കറങ്ങുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെന്താണെങ്കിലും വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്. ഓക്കെ, ഇനി അടുത്ത ഒരു തെറ്റുകൂടി വന്നിട്ടുണ്ട്, ഞാൻ രണ്ടാമത് ഇട്ടിട്ടുണ്ട്. രണ്ടാമതൊരു വോയിസും കേട്ടു. അതിനകത്ത് എന്താ വെച്ചാല് അത് അങ്ങനെ ചെയ്യണം, ഹൗവർ യു ആർ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്നെ വിളിച്ചു, എന്താ നിങ്ങൾ പറയണത്? ഹൗവർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നതല്ല, അത് പറഞ്ഞിരിക്കുന്നത് ആ അഡ്മിൻ ആണ്. എന്റെ അഡ്മിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ റിസർവ് ബാങ്കിന്റെ എംബ്ലം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് അഡ്മിൻ എന്ന് പറഞ്ഞ റിസർവ് ബാങ്കിന്റെ അഡ്മിൻ എന്നുള്ള ധാരണയിലാണ് ഞാൻ ചെയ്തത്. അത് എഴുതി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആളാണ് അഡ്മിൻ. അതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് ശരി, അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു. തെറ്റ് വന്നാൽ ഇപ്പൊ ആർക്കും സാറേ മറന്നു പോണേക്കുമ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ. സാറൊന്ന് വോയിസ് ക്ലിപ്പ് ഇട്ടായിരുന്നു നമ്മുടെ ഈ ശരിക്കും ഇപ്പൊ ഈ കോവിഡിന്റെ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ലോൺസ് റീസ്ട്രക്ചർ ചെയ്യുന്ന ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണോ? അതെ, അതില് ശരിക്കും ലോൺസ് അവര് ഈ ബാങ്കേഴ്സ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നുള്ള ഒരു രീതിയാണ് ചോദിച്ചത്. ഞാനിപ്പോ എന്റെ 2-3 ക്ലയൻസിന്റെ റീസ്ട്രക്ചറിന് വേണ്ടിയിട്ട് സമീപിച്ചപ്പോ അപ്പൊ അവര് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് കൊടുക്കുക, ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലൊന്നും ചോദിച്ചില്ല. കാരണം ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ അവർ ചോദിക്കാം? ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് പറയാം, അത് കുറച്ചുകൂടി ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്നാലേ ഏതൊരു സ്കീമും ബാങ്കറിന്റെ മുന്നിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ടെക്നിക്കലി ഫെസിബിൾ ആൻഡ് എക്കണോമിക്കലി വയബിൾ എന്ന് ഏത് പ്രൊപ്പോസലും അവർക്ക് കിട്ടണം. സാധാരണ നമ്മളൊരു DPR കാണിക്കുന്ന സിസ്റ്റം ആണല്ലോ, ആ സിസ്റ്റമാണ്. എന്നുവെച്ചാൽ ഇറ്റ് ഈസ് ടെക്നിക്കലി ഫെസിബിൾ ആൻഡ് എക്കണോമിക്കലി വയബിൾ. ഇത് കണ്ടെങ്കിൽ അവരത് തൊടുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊജക്ട് പോർട്ടുകളെല്ലാം ഞാനത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്റെ GST പ്രാക്ടീഷൻ നമ്പറും കൂടി വെച്ചുകൊണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ തന്നെ നോക്കുള്ളത് ആര് സർട്ടിഫൈ ചെയ്യുന്നുള്ളല്ലോ പ്രശ്നം, അവർക്ക് ആ സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് റീസ്ട്രക്ചറിങ്ങിന് തന്നിരിക്കുന്ന ഫോമില് 3 കൊല്ലം ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിന്റെതും 4 കൊല്ലം പ്രൊജക്ഷനാണ് അവർ ചോദിച്ചിരിക്കുന്നത്, ഒരു എസ്റ്റിമേഷൻ. ഇത് ആ ഫോമിന്റെ ഇപ്പൊ എന്റെ മെച്ചപ്പെട്ടിരിക്കുന്നുണ്ട്. ആ ഫോം ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവര് ആ ഫോമിൽ സത്യത്തിന് ബോറോവറും ബാങ്കറാണ് അതിന്റെ ആദ്യത്തെ 4 പേജ് ഒപ്പിടാൻ ബാങ്കർ ആയിട്ടാണ് ആ ഫോം ഫർണിഷ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് ഒഫീഷ്യൽ എന്നാണ് അതിന്റെ താഴ്ത്തി എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ ഫോമിൽ ഫെസിബിലിറ്റി വേണമെന്നാണ് ബാങ്കുകാർ പറയുന്നത്. പക്ഷെ അവർക്കൊരു അതോറിറ്റി വേണം. ഈ 6 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫോം ഫില്ല് ചെയ്തിട്ട് ബാങ്കുകാരനെ കൊണ്ട് എല്ലാവർക്കും കൂടി റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രാക്ടിക്കലാണ്. ഇവിടെ കണ്ടിട്ടുള്ള ഒരു കാര്യം സാർ, ഇപ്പൊ സാധാരണ
നോർമലി ഒരു 3 ഇയർ ഓഡിറ്റഡ് അല്ലെങ്കിൽ പ്രീവിയസ് 2 ഇയർ ഓഡിറ്റഡ് പ്ലസ് ഒരു 2 or 3 years പ്രൊജക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ അതിന്റെ ഒപ്പം അവർ ആവശ്യപ്പെടുന്ന ഒരു DSCR ചോദിക്കാറുണ്ട്, ഒരു 7 year DSCR ചോദിക്കാറുണ്ട്. DSCR അതിനകത്തുണ്ട്, 8 കൊല്ലം 7 കൊല്ലം അവര് ചോദിച്ചിട്ടുണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞാൽ അവർക്കൊരു അതോറിറ്റി എന്നുള്ള നിലക്കാണ്. പക്ഷെ അത് നിയമപരമായിട്ട് മറ്റേ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഒപ്പിടാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിസിബിലിറ്റി വരാൻ പോകുന്ന കാര്യം ഞങ്ങൾ ഒപ്പിടില്ല. പക്ഷെ ഇത്രയെങ്കിലും പറയാമല്ലോ സാറേ, ഈ സ്ഥാപനം ഈ നിലയിൽ മുന്നോട്ട് പോയാൽ, ഈ പറയുന്നത് പോലെ നടന്നാൽ ഇത് എക്കണോമിക്കലി വയബിൾ ആണ് എന്ന് പറയണോണ്ട് എന്താ തെറ്റുള്ളത്? ടെക്നിക്കലി ഫീസിബിൾ ആണ്, എക്കണോമിക്കലി വയബിൾ എന്നാണ് സാധാരണ DPR കൺക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ. അതെ, അതൊന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ തെറ്റുള്ളത്? ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ, ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ, ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ സ്ഥാപനം ആ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ, ഞാനിപ്പോ ഇന്ന് കളക്ടർക്ക് എഴുതാൻ പോവാണ്. കളക്ടർ പിന്നെ ലീഡ് ബാങ്കിന്റെ DCCയുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഞാൻ കളക്ടർക്കും ലീഡ് ബാങ്കിനും എഴുതാൻ പോവാന്ന്. എന്തായാലും നമുക്ക് ഇടപെടുന്നു. ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതുകൊണ്ട് ഇടപെടുന്നു. ചാർട്ടേഡ് അക്കൗണ്ടിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ അപ്പോയിന്റ് ചെയ്ത സ്ഥിതിക്ക് വേറൊരു ചാർട്ടേഡ് അക്കൗണ്ട് സൈൻ ചെയ്യാനും ബുദ്ധിമുട്ടുള്ളതായിട്ടും വിവരം കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു വലിയൊരു വിഷയം തന്നെയാണ്. നമുക്കത് പിന്നീട് വേറെ രീതിയിൽ ചർച്ച ചെയ്യാന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ലെനിൻ പെരുമ്പാവൂർ വേണു സാർ ഒന്നും പറഞ്ഞില്ല. ചായ കുടിക്കാൻ അങ്ങോട്ട് പോണ പോലെ ഞാൻ കണ്ടായിരുന്നു. അതെ തങ്കച്ചൻജി, എനിക്ക് അനിരുദ്ധൻ സാറേ, നിങ്ങൾ രണ്ടുപേരും കാരണം ഇതിനെ പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട്. എനിക്കൊരു ചെറിയ ഡൗട്ട് വേണമെന്ന് വെച്ചാല്, നമ്മളെ GST നിയമത്തിലെ 2 കോടി രൂപയാണ് ഓഡിറ്റിന്റെ പരിധി. ഓക്കെ, നമ്മള് ആദ്യം ഇറങ്ങിയത് 2 കോടി രൂപയാണ്. ഓക്കെ, പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് ഏതോ ഒരു വർഷത്തില് അത് 5 കോടിയാക്കി, പിന്നെ വീണ്ടും 5 കോടി എന്നുള്ളത് വന്നു. ഓക്കെ, പക്ഷെ അങ്ങനെ അതാത് വർഷങ്ങളിൽ വരുമ്പോ ഇപ്പോഴും 2 കോടി രൂപ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ? ആ റീസ്ട്രക്ചറിങ് ശരിയാണോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അല്ല സാർ, അതിനകത്തെ ശരിക്കും നമുക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ നമ്പർ പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞിരുന്നോ? തങ്കച്ചൻജി പറഞ്ഞിരുന്നു. പക്ഷെ അത് ഓൺലി ഫോർ ദ റെസ്പെക്റ്റീവ് ഇയേഴ്സ് അല്ലേ? അല്ലല്ലോ, എനിക്കൊരു ഡൗട്ട്. അല്ലല്ല, അതൊന്ന് നോക്കിക്കോളൂ സാറ്. 16/2020 ഡേറ്റഡ് 23rd March 2020 മിനിസ്റ്റർ ഓഫ് ഫൈനാൻസിന്റെ നോട്ടിഫിക്കേഷൻ അതാണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് ഇയർ പറയുന്നുണ്ട്. അതെ, അത് അതാത് വർഷങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴും കൊണ്ടുപോവാണ്. ഇനിയിപ്പോ നമുക്ക് ഇല്ല. ഇത് നമുക്ക് 2 കോടി രൂപ വരെ ഉള്ളവർക്ക് മാൻഡേറ്ററി അല്ല, ഫയൽ ചെയ്യണ്ട. അതിന് മേലിൽ 5 കോടി വരെ ഉള്ളവർക്ക് ഓഡിറ്റ് വേണ്ട, അതിന് മേലിലുള്ളവർക്ക് ഓഡിറ്റ് വേണം. അങ്ങനെയായിരുന്നു കൊണ്ടുവന്നിരുന്നത് ഈ 2 കൊല്ലം 18, 19, 19, 20, 20, 21 കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. 20, 21 തൊട്ട് ഈ 5 കോടിയുടെ ഓഡിറ്റിന്റെ പ്രശ്നമില്ല. അപ്പൊ 2 കോടി കഴിഞ്ഞിട്ടുള്ളവരൊക്കെ 2 കോടി തൊട്ട് 5 വരെ ഉള്ളവർ ഫയൽ ചെയ്യും. 5 കോടിക്ക് മേളിലുള്ളവര് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തന്നെ വയ്ക്കുകയും ചെയ്യാം. അടുത്ത വർഷത്തെ കാര്യം അവർ പറയണം. അടുത്ത വർഷത്തേക്ക് പറഞ്ഞിട്ടില്ല, പറഞ്ഞാലേ ആവുള്ളൂ. ക്ലിയർ. അത് ക്ലിയർ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. ഡൗട്ട് വേറെ ആരാ ചോദിക്കാനുള്ളത്? ലെനിൻ പെരുമ്പാവൂർന്ന് ലെനിൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. ഞാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കട്ടെ. ചോദിച്ചോളാം, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ലെനിൻ. രാജേഷ് കേൾക്കുന്നുണ്ടോ? രാജേഷ് കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. ഞാൻ ഈ കാര്യങ്ങള് പറഞ്ഞത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ട് ഇരുന്നതാണ്. ഈ പറഞ്ഞ ഈ ആശങ്കകൾ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു കോമൺ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ നന്നായിരുന്നു. പദ്ധതി ലെവലിൽ എങ്ങനെ സാധിക്കും കൂടെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരും കൂടെ ചേർന്നുള്ള ഒരു സംവാദം എന്നുള്ള രീതിയിൽ ഇതിനെ ഒന്ന് കൊണ്ടുവരാൻ സാധിച്ചാൽ നന്നായിരുന്നു. തീർച്ചയായും നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു രാജേഷ്. ശ്രീറാം അസോസിയേറ്റ്സ് ബേബി ചോദിക്കുന്നുള്ളവർക്കൊക്കെ ചോദിക്കാം കേട്ടോ. ഓപ്പൺ ആയിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ.
അതിന്റെ ഒരു ഇവാലുവേഷൻ കൂടി ആയിക്കോട്ടെ പിന്നെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത വിഷയം എന്തെങ്കിലും ഉണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ചോദിക്കാന്നുള്ളവർക്കൊക്കെ ചോദിക്കാം. എന്തെങ്കിലും ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആശങ്കകൾ, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചർച്ച ചെയ്യാവുന്നതാണ്. നമുക്കത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണെങ്കിൽ എന്താണേലും ഹരിഹരൻ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു റെപ്രസെന്റേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റുകൾ തൽക്കാലം നിർത്തിവെക്കുക എന്നുള്ള ഒരു ആശയം തന്നെയാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാര്യം ഗ്ലിച്ചസും ടെക്നിക്കൽ ഇഷ്യൂസും എല്ലാം കൂടുതലും ഉണ്ടായിരുന്നതും ഈ പറഞ്ഞ GST എന്ന് പറയുന്നത് ഒരു പ്രാഥമിക സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓഡിറ്റിംഗ് പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഗീസ് സാർ ചോദിച്ചോളൂ സാർ. പ്രത്യേകിച്ച് ചോദിക്കാനില്ല, ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി വന്നു മാത്രം. ഓ സാർ എവിടെന്നാ വരുന്നത്? എവിടെന്നാ? എന്റെ ഫ്രണ്ടാണ് ഇവൻ. ഓക്കെ. കുറച്ച് ഇൻഫർമേഷൻ കിട്ടില്ല, അത് നല്ലൊരു ഗുഡ് ഐഡിയ ആണ്, അതുകൊണ്ട് ചെയ്തു മാത്രം. ഓക്കെ. ശ്രീറാം കേൾക്കുന്നില്ലല്ലോ. മൈക്ക് ഓൺ ആണ്, പക്ഷെ കേൾക്കുന്നില്ല. ശ്രീറാംജിയുടെ മൈക്ക് ഓൺ ആണ്, പക്ഷെ കേൾക്കുന്നില്ല. വീഡിയോ മൈക്കും ഓൺ ആണ്. പറയുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ല. പറയുന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലിക്കറിങ് വരും അല്ലെ? ഇല്ല, സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. എനിക്കോട് മൈക്ക് എന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. മൈക്ക് ഹെഡ്ഫോൺ ഊരിയിട്ട് സംസാരിച്ചോളൂ. ഓക്കെ. ഓക്കെ. എന്തോ ഓഡിയോ വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല. ശ്രീരാംജി ഒന്നും കേൾക്കുന്നില്ല. ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ. നമുക്കിനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം. ഏതാണ്ട് 1.5 hours ആയി. നമ്മൾ 1.5 മണിക്കൂറോട് അടുക്കുന്നു. RTO തൃശ്ശൂർ എന്റെ ഫ്രണ്ടാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്റെ എൻഫോഴ്സ്മെന്റ് തൃശ്ശൂർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർക്കും ഞാൻ ഈ ഐഡി പാസ് ചെയ്തായിരുന്നു. കുറച്ചുപേരെ കയറിയെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് രാവിലെ ഒരു മീറ്റിംഗ് ട്രാൻസ്പോർട്ട് മിഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഇനി 5 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആയതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുന്നത്. എന്റെ സംശയം എന്ന് പറഞ്ഞാലേ, ഞങ്ങള് ഈ BSNLന്റെ കെട്ടിടത്തിലേക്ക് ഞങ്ങൾ മാറുകയാണ്. അപ്പൊ അതിന്റെ GST അടയ്ക്കണത് ഞങ്ങൾ അടയ്ക്കണോ, ഇനി വാടക നിശ്ചയിച്ച ആ വാടകയുടെ ചേർത്ത് ഞങ്ങൾ അടച്ചു കൊടുക്കണോ, ഇനി അവര് അടയ്ക്കുവോ? സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതാണല്ലോ BSNL. അതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് എക്സംഷൻ പറയുന്നില്ല എങ്കിൽ BSNL റൈസ് ചെയ്യുന്ന ബില്ലിനോടൊപ്പം അവര് GST ചാർജ് ചെയ്തിട്ടേ തരുള്ളൂ. അതെയോ? ഓക്കെ. അപ്പൊ നമ്മള് GST ഉൾപ്പെടെ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ആരുടെ കെട്ടിടമാണത്? BSNLന്റെ കെട്ടിടമാണ്. അത് ഞാൻ ലീസിന് എടുത്തിട്ട് മന്ത്ലി വാടക നിശ്ചയിച്ചിട്ട് സ്ക്വയർ ഫീറ്റിന് ഗവൺമെന്റിൽ നിന്ന് കൊടുക്കും. അപ്പൊ അതിന്റെ GSTയും കൂടി ചേർത്ത് കൊടുക്കണം. കെട്ടിടാണോ? പട്ടാളം റോഡിലുള്ള കെട്ടിടം? അത് അല്ലല്ല, മർത്താക്കര. അവരുടെ ഒരു എക്സ്ചേഞ്ച് BSNLന്റെ മർത്താക്കര. അതിന്റെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് നമ്മൾ വാടകയ്ക്ക് എടുത്തേക്കണം. വാടകയ്ക്ക് എടുത്ത BSNL നിന്ന് വാടകയ്ക്ക് എടുത്തിരിക്കുക നിങ്ങള്? അതെ. അപ്പൊ BSNL അത് റെന്റിന്റെ കാര്യത്തിൽ എക്സംഷൻ ഉണ്ടല്ല. BSNL നിങ്ങൾക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ടാക്സ് ഇഷ്യൂ ചെയ്യും. മനസ്സിലല്ലേ? BSNL ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അതിനകത്ത് പ്രത്യേകം BSNL ഒരു പ്രത്യേക കോർപ്പറേറ്റ് ആണ്. മറ്റേ ലോക്കൽ ബോഡിയുടെ അതോറിറ്റിയിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് BSNL വരില്ല. മനസ്സിലായില്ല? BSNL പ്രത്യേക അതോറിറ്റിയാണ്. ആ BSNL സംബന്ധിച്ചിടത്തോളം അവര് നിങ്ങൾക്ക് GST കൂടി ഇട്ടായിരിക്കും ബില്ല് തരുന്നത്.
തീർച്ചയായിട്ടും അങ്ങനെ തരുള്ളൂ. അങ്ങനെ തരുള്ളൂ. അങ്ങനെ തന്നാൽ നിങ്ങൾ കൊടുത്താൽ മതി, തന്നില്ല നിങ്ങൾ കൊടുക്കാൻ വേണ്ട. ശരി ശരി ശരി, ഓക്കെ. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത് നയിച്ചവർക്കും എല്ലാവർക്കും ഒരു നമസ്കാരം. താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൂടി ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ 28 പേരായി കൺട്രോൾ ചെയ്തോളൂ. ഇനിയിപ്പോ നമ്മൾ ഏതാണ്ട് 50-ന് മേൽ ആൾക്കാരോളം സ്റ്റാർട്ടിങ്ങിൽ കയറി ഉണ്ടായിരുന്നതാണ്. അതെ. ഓക്കെ, അപ്പൊ എന്താണേലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിട്ട് തങ്കച്ചാറിന്റെ അടുത്ത് കൺക്ലൂഡ് ചെയ്യാൻ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൂട്ടിച്ചേർക്കാനുള്ള നമ്മളിപ്പോ ഇന്ന് ഓഡിറ്റ് എന്നുള്ള ഒരു കാര്യത്തില് വളരെ സൂക്ഷ്മമായിട്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടായിരിക്കില്ല ഒരു പക്ഷേ ചർച്ചയിൽ ഏർപ്പെട്ടത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഏത് വിഭാഗത്തിലാണ് നമുക്ക് ചർച്ചകൾ സംഘടിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് വീണ്ടും ഇത്തരം ചർച്ചാ പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. കൂട്ടായ ചർച്ചകളും പലരുടെ അഭിപ്രായങ്ങളും പലരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ല ഒരു ഭാവിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ഒരു വലിയൊരു അഡീഷൻ ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് പൊതുവിൽ പാർട്ടിസിപ്പൻസിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മെജോറിറ്റി ഓഫ് അഭിപ്രായങ്ങൾ അത് പരിഗണിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ചർച്ചകൾ വ്യാപിപ്പിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. വിപിന് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പറഞ്ഞോ ഇബ്രാഹിം സർ പറഞ്ഞോ. ഞാൻ ചേട്ടന്റെ കൂടെ ഒരു കൊളീഗാണ്. ഞാൻ കൺസൾട്ടേഷനിലായിരുന്നു, അടിമാലിലാണ്. അപ്പൊ എന്നോട് പറഞ്ഞിരുന്ന ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പേഷ്യന്റ് ഒരു തിരക്ക് കഴിഞ്ഞ സമയത്താണ് ഞാൻ കരുത്. വീഡിയോ 12,000 പേര് ഇപ്പൊ കണ്ടു അല്ലേ വിപിനെ? തീർച്ചയായിട്ടും. അപ്പം എനിക്ക് എന്റെ ഫുൾ സെഷൻ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പം കൺക്ലൂഡിങ്ങിന് മുമ്പ് KK തങ്കച്ചൻ സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ തങ്കച്ചൻ ചേട്ടനെ വിളിക്കണം. ഒഫീഷ്യൽ ആയതുകൊണ്ട് സാറിന് ചേട്ടാന്ന് വിളിക്കണേ. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ ഫീൽഡിലുള്ള ആൾക്കാർക്കും ഉള്ള മെസ്സേജസ്, അപ്പം ബിസിനസ് ആണെങ്കിലും ശരി, ഞങ്ങളെ പോലെ ഡോക്ടേഴ്സ് ആണെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും ഉള്ള കാര്യങ്ങളിൽ അത് ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു ക്ലാസ്സസ് പറയുക, അറ്റൻഡ് ചെയ്യുക. എനി ഡൗട്ട്സ് അത് ക്ലിയർ ആയി. ഐ തിങ്ക് ഇറ്റ്സ് വണ്ടർഫുൾ. ഓക്കെ, തീർച്ചയായിട്ടും സാർ നോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നോട്ട് ചെയ്തു. അത് ഗ്രൂപ്പ് തിരിച്ച് പറയണം. കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന ഇന്ന ബിസിനസ് അല്ല ഇന്നല്ല, ഡോക്ടേഴ്സിന്റെ കാര്യം വേറെയാണ്, എഞ്ചിനീയേഴ്സിന്റെ വേറെയാണ്, നോർമൽ ബിസിനസ്സുകാരുടെ വേറെയാണ്. അപ്പം ആ ഒരു കാറ്റഗറി തിരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരവർക്കുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യാം, തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവുന്ന വിഷയമാണത്. കാരണം ഓരോ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും, ഞാൻ ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ് ആയുള്ളൂ ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിയിട്ടുള്ളൂ. സോറി ചേട്ടാ, എന്നോട് പറഞ്ഞതാണ്. എന്നാൽ പോലും എനിക്കിപ്പോഴേ കയറാൻ പറ്റുള്ളൂ. എനിക്കറിയാലോ, എനിക്ക് ആഴ്ചയിൽ ഒരിക്കലുള്ളൂ കൺസൾട്ടേഷൻ. എന്നാലും അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പൊ ഞാൻ പെട്ടെന്ന് കയറിയതാ. ആൻഡ് ബൈ ഗോഡ്സ് വിൽ നിങ്ങൾ നിർത്തുന്നതിന് മുമ്പ് കയറാൻ പറ്റി. അത് ഏറ്റവും വലിയ കാര്യം. അപ്പം നിങ്ങൾ ആ കാറ്റഗറി തിരിച്ച് പറയുകയാണെങ്കിൽ എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളിലൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അല്ലെ, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനല്ല, ഫ്രണ്ട്സ് ഇന്ന കാറ്റഗറി ഇല്ല. കാരണം നിങ്ങൾ ഹാൻഡിൽ ചെയ്യണ ഹ്യൂജ് എമൗണ്ട് നമുക്ക് പരിഗണിക്കാം. അപ്പൊ അത് ആ ഒരു കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ that will be better. Okay. And മുഴുവൻ കേട്ട് കഴിഞ്ഞും ലാസ്റ്റ് കുറെ കൺക്ലൂഡിങ് മാറ്റേഴ്സ് ഞാൻ കണ്ടു. ഇതിൻ്റെ അകത്തിട്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് എനിക്ക്
അറിയാവുന്ന ഒരാളും കൂടെ ഉള്ളു, ജെയിംസ് ചേട്ടനാണ്. ക്വസ്റ്റ്യൻ റൈസ് ചെയ്തിരുന്നു. ജെയിംസ് ചേട്ടന് മ്യൂട്ടായി പോയോ? ഇറങ്ങി തോന്നണല്ലോ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു രീതിയിൽ ചെയ്യുക. ചേട്ടൻ നമുക്ക് ക്ലബിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ഒരു കാര്യം നമുക്ക് ആക്റ്റീവ് ആയിട്ട് ചെയ്യാം. അത് കാറ്റഗറി തിരിച്ച് ചെയ്യാം. എല്ലാവരും വരുമ്പോ എന്താ കുഴപ്പമൊന്നും അവരുടെ ഡിസ്കഷൻസ് വ്യത്യാസമാവും. സോ ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് ഐ ലെറ്റ് യു കൺക്ലൂഡ് ദ സെഷൻ. വിപിൻജി, തങ്കച്ചൻജി, അനിരുദ്ധൻ സാറേ, ഞാൻ ഒരു ചെറിയ ഇപ്പൊ അബ്രഹാം സാറ് പറഞ്ഞതിന്റെ ഒരു ചെറിയ കൂട്ടിച്ചേർക്കലാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ഇപ്പോ ഒരു സെക്ടർ വൈസ് വേണമെന്ന് പറഞ്ഞല്ലോ, അത് ഓക്കെ, അത് നമുക്ക് ആലോചിക്കാം. പ്ലസ് അവർക്ക് നേരിടുന്ന ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ GST മാത്രം നമ്മൾ ഒന്ന് നിർത്താതെ ആ സെക്ടർ വൈസിലെ ഇൻകം ടാക്സും കണക്റ്റഡ് ആയിട്ടുള്ള ബാക്കി എന്താ കാര്യങ്ങൾ എന്നുള്ളതും കൂടി നമുക്ക് വിശകലനം ചെയ്തു പോയാൽ കുറച്ചും കൂടി ഇൻഡെപ്തില് ആ സെക്ടറിന് തന്നെ നമുക്ക് ക്ലിയർ ആയി വരും. ഫോർ എക്സാമ്പിൾ വേണു ആർ പ്രഭു സാർ. അല്ലല്ല, ഞാൻ പറഞ്ഞു പറഞ്ഞത് കണക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അദ്ദേഹം ഡോക്ടറാണെന്ന് പറഞ്ഞു, അപ്പൊ ഡോക്ടേഴ്സിന്റെ സർവീസ് കാര്യങ്ങള് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ GST വേണം. ഓക്കെ, പ്രൊഫഷണൽസ് അല്ലെങ്കിൽ അത് അവരുടെ ടേൺ ഓവർ ഇന്നത് അല്ലെങ്കിൽ ഇന്നത് വരുമ്പോഴത്തേക്കും ഇന്നതാണെന്ന് പറയാം. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് അത്യാവശ്യം, ഏതൊരാൾക്ക് അത്യാവശ്യം ഇൻകം ടാക്സ് അത്യാവശ്യമായിട്ട് വരും എന്ത് തന്നെയാലും. അപ്പൊ ആ ഇൻകം ടാക്സിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും നമുക്കതില് ക്രോഡീകരിച്ചിട്ട് ഒരു ക്ലാസ് ലീഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്തിൽ നമുക്ക് കയറാൻ പറ്റും. ഞാൻ സെക്ടർ വൈസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാം വിപിൻജി, കേട്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഒരു ടെന്റേറ്റീവ് ഡേറ്റ്സ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ വാട്ട് ബി ദ ഡേ, നമുക്ക് ഒരു ടെന്റേറ്റീവ് ഡേറ്റ്സിൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് എന്ത് തന്നെയായാലും നമുക്ക് ആര് തന്നെയായാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈകോർത്തിട്ട് നമുക്ക് ഒരു ഡിസ്കഷനിൽ അല്ലെങ്കിൽ ഒരു ഫോറം പോലെ ആക്കി വന്നാൽ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പോകില്ല, അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച നമുക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവം പോലെ, മനസ്സിലായോ? ഒരു വെബിനാറിന് പോലെ ആക്കി വന്നു കഴിഞ്ഞാല് ആ വീക്കിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അതില് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഡിസ്കഷൻ ചെയ്തിട്ട് നമ്മുടെ തലകൾ മീൻസ് പുട്ടിംഗ് ഹെഡ്സ് ടുഗദർ എന്നുള്ള രീതിയിലാക്കി വന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം കൂട്ടിച്ചേർക്കാനുള്ള. അനിരുദ്ധൻ സാറിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അതില്? ഇല്ല, തീർച്ചയായിട്ടും വളരെ നല്ല അഭിപ്രായമാണ് വേണമെങ്കിൽ പ്രകടിപ്പിച്ചത്. അതിനിപ്പോ സെൽഫ് എംപ്ലോയിഡിന് അല്ലെങ്കിൽ സാലറിയുടെ പേഴ്സൺസിന്റെ അവരൊക്കെ ITR ഫയൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ബിസിനസ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഒരു സെൽഫ് എംപ്ലോയിഡിന് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെ പ്രൊഫഷണൽസിന് ITR ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് കാതലായിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഇപ്പൊ ടാക്സ് കേരളയുടെ ഈ സീരീസ് ഓഫ് വെബിനാറിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് അത് ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ്. അതില് വിപിന്റെ അഭിപ്രായങ്ങളും കൂടി അറിഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ എന്തിനും കൂടെ ഉണ്ടാവും. ഓക്കെ താങ്ക് യു. ഓക്കെ, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാൻ ഇല്ല എന്ന് വിചാരിക്കുന്നു, കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അതേപോലെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഷെഡ്യൂൾഡ് അല്ല, ഒന്നും ഷെഡ്യൂൾഡ് അല്ല, ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ഇനി നമുക്കൊരു വീക്കിലി നമുക്കൊരു ഷെഡ്യൂൾ മീൻസ് അന്നത്തെ ദിവസം നമുക്ക് പ്രോഗ്രാം ഇട്ടാൽ മതി, അത് വേറെ കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഇന്റേണലി അടുത്ത ആഴ്ച ഇന്ന ആളായിരിക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇന്ന ആളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ അതൊരു ഫിക്സഡ് ഒരു ചാല് പോലെ ആയിട്ട് അവിടെ നിൽക്കും. തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ഫാക്കൽറ്റീസിന്റെ നമ്മളുടെ ട്രെയിനേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ക്ലാസ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സമയം മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അവരുടെ ടൈം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമയം, ഒരു എന്താ പറയാ, സമയക്രമം ഇല്ലാണ്ട് പോകുന്നത്. നമ്മളുടേതായ സൗകര്യം അല്ല നോക്കുന്നത്, ഫാക്കൽറ്റീസിന്റെ സൗകര്യം നമ്മൾ കൂടുതൽ നോക്കുന്നതുകൊണ്ടാണ്. പിന്നെ അവരുടെ ഡേയ്സ് എടുക്കുന്നത്. ഓക്കെ വിപിൻ, അതിനകത്തെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ CGST ആക്ട് എടുത്തു കഴിഞ്ഞാൽ 174 സെക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ വെബിനാറിന്റെ സീരീസിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ 1 മുതൽ ഇത്ര വരെ സെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ അതിന്റെ പാർട്ടായിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അല്ലേ? എന്ത് പറയുന്നത് വേണജേ സാർ? എന്ത് പറയുന്നത്? തീർച്ചയായിട്ടും നമുക്കൊരു പക്ഷെ വേറൊരു കാര്യമുണ്ട് തങ്കച്ചൻജി. അപ്പൊ വരുമ്പോ എന്താ ബുദ്ധിമുട്ട് പറഞ്ഞെന്ന് വെച്ചാല് അത് പ്രൊഫഷണൽസിന് മാത്രമേ ഉപകരിക്കുള്ളൂ. തീർച്ചയായിട്ടും. അല്ല, അതിന് ഞാൻ പറഞ്ഞ രീതിയിലാക്കി എടുക്കാൻ നോക്ക്. നമ്മുടെ
ആ സീരീസ് ഓഫ് മീറ്റിംഗ്സിൽ നമ്മൾ ഓരോ ക്രൈറ്റീരിയ തിരിച്ചിട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രൊഫഷൻസിന് വേണ്ടിയിട്ടുള്ള കേസ് ഇത് അല്ലാത്ത മറ്റുള്ളവരെ ഉൾപ്പെടുത്തിയിട്ട് അത് നമുക്ക് ചെയ്യാവുന്ന. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലീഡിങ് എല്ലാ അസോസിയേഷൻസും ഈ ഒരു പ്രോഗ്രാം ഇതേപോലെ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഉൾപ്പെടാൻ പറ്റാത്തവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊരു സൗകര്യമായിരിക്കാം നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ. അപ്പൊ എന്താണേലും നമുക്ക് പിന്നെ ഇന്ന് വന്ന ഒരു ചെറിയൊരു സംഭവം തങ്കച്ചിഞ്ചി അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. എനിവേ ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് തങ്കച്ചിഞ്ചിക്കും ആ ഒരു ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മീഡിയം ഓഫ് ലാംഗ്വേജ്, ഇപ്പോ ഇത് പൂർണ്ണമായിട്ടും മലയാളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ പലയിടത്തും ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോ ഒരു ചെറിയ ഒരു ലാംഗ്വേജ് ഡിസ്റ്റ് അതേപോലെ സെക്ഷൻസ് ആയാലും മറ്റേതായാലും മറിച്ചായാലും നമ്മൾ പറയുന്ന അനുസരിച്ച് ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിട്ട് ഒന്ന് കൺവെർട്ട് ചെയ്ത് വന്നാൽ കുറച്ചും കൂടി വരണവർക്കും ഒരു ഹാൻഡി ആയിരിക്കും. അതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം ഇത് പ്യുവർലി മലയാളം ആയിരിക്കും. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ വരില്ല. എന്തായാലും വേണിജി റേഞ്ച് ഇവിടെയെങ്കിലും അല്ല, കേരളത്തിലൊന്നും അല്ല വേണിജിയുടെ റേഞ്ച്. ആ സംസാരത്തിൽ തന്നെ മനസ്സിലാവും പുള്ളി ബോംബെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒപ്പം പിടിക്കാം. അതെ ഒപ്പം പിടിക്കണം. അപ്പൊ ഇക്കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു അഭിപ്രായം ഉണ്ട്. നമ്മളുടെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള അവരെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് മലയാളം ഉണ്ടെങ്കിലേ അതിനകത്ത് ആൾക്കാര് താല്പര്യം. ഞാൻ പറഞ്ഞോട്ടെ, മലയാളം ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് അതിനകത്ത് താല്പര്യത ഉണ്ടാവുള്ളൂ. മറ്റു ഭാഷ ഇപ്പൊ കഴിഞ്ഞ ദിവസം വേണു സാർ നടത്തിയ ഇന്റർനാഷണൽ ക്ലാസ് ഇംഗ്ലീഷിലാണ് മുഴുവൻ ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മുടെ ആൾക്കാരും ഈ ഇംഗ്ലീഷ് പ്രഭാഷണം കേട്ടാൽ അത്രയ്ക്ക് മനസ്സിലാകുന്ന അത്രത്തോളം എത്തിക്കേറ്റുള്ളവരല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. പിന്നെ വേറൊന്ന്, ഈ സബ്ജക്ട് വൈസ് ആയിട്ട് എടുത്തു പറയാം, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടോ അല്ലെങ്കിൽ സെക്ഷൻ വൈസ് ആയിട്ടോ എന്ന് പറയാം. നമുക്ക് സെക്ഷൻ വൈസ് ആയിട്ടോ ചാപ്റ്റർ വൈസ് ആയിട്ടല്ല. ഞാൻ നടത്തുന്ന ക്ലാസ്സുകളെല്ലാം എനിക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത് ആ സെക്ഷൻ വൈസോ ചാപ്റ്റർ വൈസോ നടത്തുന്നതിൽ നിന്നല്ല എനിക്ക് സ്വീകാര്യത കിട്ടുന്നത്, നമ്മളുടെ കറന്റ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനകത്താണ്. അതിനകത്ത് എനിക്ക് നിയമങ്ങൾ പറയാനായിട്ടോ വകുപ്പുകൾ പറയാനായിട്ടോ ഒന്നും ഞാൻ താല്പര്യം കാണിക്കാറില്ല. എനിക്ക് ധാരാളം സ്വീകാര്യത കിട്ടുന്നുണ്ട്. ആ സ്വീകാര്യത കിട്ടുന്നതിന്റെ അവിടെയൊക്കെ പ്രയോഗിക്കുന്ന കറന്റ് കാര്യങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് കേൾക്കാനും മനസ്സിലാക്കാനും താല്പര്യരാണ് ജനം. അത് വേറൊരു വ്യൂ ആണ്. നല്ലൊരു വ്യൂ തന്നെയാണ് അത്. അതും നമുക്ക് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനൊരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വിചാരിക്കാം. നോട്ട് ആ പറഞ്ഞതിനകത്തുള്ള ആ നോട്ട് എന്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് കറക്റ്റ് ആണ്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇൻവിറ്റേഷൻ ലിങ്കില് മീഡിയം ഓഫ് ലാംഗ്വേജും വേണമെങ്കിൽ നമുക്ക് എന്ന് വെച്ചാല് ഇന്നതായിരിക്കും എന്ന് നമുക്ക് എംഫസിസ് ചെയ്ത് പറയാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള ആളുകൾ വരും. ശരിയല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ടാക്സ് കേരള ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന വെബിനാർ സീരീസ് ഏതാണ്ട് 36ഓളം വെബിനാർ ഈ പറഞ്ഞ ലാസ്റ്റ് കൊറോണ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസം കൊണ്ട് നമ്മൾ 36ഓളം വെബിനാറുകൾ കോവിഡും മറ്റുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ ടാക്സും പ്രൊഫഷണലും ബാങ്കിങ്ങും എല്ലാ വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ വിചാരിക്കുന്നു. നമുക്കിനി ലേബർ അങ്ങനെയുള്ള ഇഷ്യൂസും കൂടിയൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. അതിനൊരാളെയും കൂടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ലൊരു ഫാക്കൽറ്റി നമുക്ക് അതിന്റെ ബേസിസിൽ കിട്ടണ കാര്യം ഇപ്പോഴുള്ള ESI PF അങ്ങനെയുള്ള വിഷയങ്ങളും ലേബർ ലോ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ അതിന് ഇനിഷ്യേറ്റീവ് കൂടി എടുക്കുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയമാണ്. എന്നിരുന്നാലും ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു സെമിനാർ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തി ഇതിനകത്ത് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും സ്ഥിരമായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു സ്ഥിരം കുറച്ചു പേര് നമ്മളുടെ മീറ്റിംഗ് ഹൈജാക്ക് ചെയ്തു എന്ന് വരെ നമുക്ക് വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാരുണ്ടെന്ന് തന്നെ വിചാരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒന്നും ആരും ധരിക്കണ്ട. എല്ലാവരും കൂടിയാൽ കിട്ടുന്ന ഒരു പൂർണ്ണത ഒരിക്കലും ഒരാളൊറ്റക്ക് ചെയ്താൽ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ടാക്സ് കേരള നമ്മളോട് യോജ്യമാകുന്ന എല്ലാവരുമായിട്ടും കൂടിച്ചേരാൻ തയ്യാറായിട്ട് തന്നെയാണ് പോകുന്നത്. അത് അല്ലാതെ ആരെയും നമ്മൾ മാറ്റി നിർത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ടാക്സ് കേരള ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എല്ലാവരുടെ സഹകരണം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് നന്നായിട്ട് കൈകാര്യം ചെയ്ത തങ്കച്ചൻ സാറിന് ഈ ഒരു അവസരത്തിൽ ടാക്സ് കേരളയുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു. അതുപോലെ തന്നെ സജീവ ചർച്ചയിൽ പങ്കെടുത്ത നമ്മളുടെ അനിരുദ്ധൻ സാർ, അതുപോലെ തന്നെ നമ്മളുടെ വേണുജി, ലെനിൻ, രാജേഷ്, ശ്രീരാം അസോസിയേറ്റ്സ്, അങ്ങനെ ഒത്തിരി ഹരിഹരൻ സാർ, അങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മളുമായിട്ട് സഹകരിച്ച് നമ്മളുടെ മീറ്റിംഗിൽ ഇന്ന് പങ്കെടുത്തു. ഇനിയും തുടർന്നും ഇതേപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും.
എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.